أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الله الأمين وعلى آله وصحبه أجمعين. ما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ربنا زدنا علما. السلام عليكم ورحمة الله وبركاته. أخوات എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അൽഹംദുലില്ലാ. ചെറിയ ചില സാങ്കേതിക പ്രയാസം കാരണം കുറച്ച് ലേറ്റ് ആയി പോയി അല്ലേ? അപ്പൊ എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരുന്നതാണെന്നറിയാം. ആദ്യം തന്നെ എല്ലാവരോടും നിങ്ങളുടെ സമയത്തിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രയാസം ഉണ്ടാക്കേണ്ടി വന്നതിൽ പൊരുത്തം ചോദിക്കുന്നതാണ് എല്ലാവരോടും. അള്ളാഹു നമുക്ക് ഏവർക്കും എളുപ്പം നൽകട്ടെ. ഇൻഷാ അള്ളാഹ് ഈ ഒരു സെഷന്റെ തുടക്കം മുതൽ അവസാനം വരെ എല്ലാവരും കൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഈ ഒരു മജ്ലിസിനെ ഏറ്റവും നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഇല്ലേ? നമ്മൾ അൽഹംദുലില്ലാ ഏകദേശം ഒരു മാസത്തോളം നീണ്ടു നിന്ന നമ്മളുടെ വെബിനാർ സെഷന്റെ ഏറ്റവും അവസാനത്തെ ഒരു കൺക്ലൂഷൻ അല്ലെങ്കിൽ ഒരു ഫൈനൽ സെഷനാണ് ഇന്ന് നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഏകദേശം മെയ് ആദ്യത്തില് നമ്മൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്ന നൂർ അല നൂർ മുസാബക്ക 2024 എന്ന പേരിൽ നടത്തിയിട്ടുണ്ടായിരുന്ന ഏറ്റവും നല്ലൊരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഒരു മത്സര വേദിയുടെ ഒരു ഫലപ്രഖ്യാപനം, ഒരു റിസൾട്ട് അനൗൺസ്മെന്റ് മജ്ലിസ് കൂടിയാണിത്. അൽഹംദുലില്ലാ ഒരുപാട് അഖവാത്തുകൾ മാഷാ അല്ലാഹ് 500-ലധികം സിസ്റ്റേഴ്സും അതുപോലെ തന്നെ ചെറിയ മക്കളും ഒക്കെ പങ്കെടുത്തിട്ടുള്ള വളരെ നല്ലൊരു കോമ്പറ്റീഷൻ ആയിരുന്നു. അപ്പൊ അതിന്റെ ഏറ്റവും ഏകദേശം ഫസ്റ്റ് സ്റ്റേജ് മത്സരവും സെക്കൻഡ് സ്റ്റേജ് മത്സരമൊക്കെ കഴിഞ്ഞ് അവസാനഘട്ട മത്സരം അൽഹംദുലില്ലാ നിങ്ങൾക്ക് എല്ലാവർക്കും സാക്ഷികളാകാൻ തരത്തിൽ നമ്മൾ അക്കാദമി അവസരം നൽകിയിരുന്നു. അപ്പൊ ആ മത്സരങ്ങളും കഴിഞ്ഞ് വിജയികളെ പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ അവർക്കുള്ള ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റ്സും ഒക്കെ ഇൻഷാ അല്ലാഹ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു മജ്ലിസാണിത്. അള്ളാഹു നമ്മളേവരെയും സ്വീകരിക്കട്ടെ. അപ്പൊ അൽഹംദുലില്ലാ എല്ലാവരും നല്ല ചാറ്റ് ബോക്സിലൊക്കെ നല്ല ആക്റ്റീവ് ആയിട്ട് ഇരിക്കട്ടെ. കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ചോദിക്കട്ടെ ഇൻഷാ അല്ലാഹ്. നല്ല ഏകദേശം ജൂലൈ മാസം വളരെ നല്ലൊരു വിരുന്നാണ് അക്കാദമി നിങ്ങൾക്ക് ഏവർക്കും നൽകിയിട്ടുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അൽഹംദുലില്ലാ അല്ലേ? ജൂൺ മാസം മെയ് മാസം ഏകദേശം നമ്മളെ മത്സരങ്ങൾ തുടങ്ങിയുണ്ടായി. അതിന് മുന്നേ മാഷാ അല്ലാഹ് മെയ്ക്ക് മുന്നേ നമ്മുടെ റമദാനിലെ നൂറുൽ ഹയാത്തിന്റെ നല്ലൊരു പ്രോഗ്രാം നടന്നു. നിങ്ങൾ എല്ലാവരും അതിൽ നിന്ന് ബെനിഫിറ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതിനുശേഷം മെയ് മാസമായിരുന്നു നമ്മുടെ ഈ ഒരു പ്രോഗ്രാം നടന്നത്, നമ്മുടെ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം ജൂൺ മാസം നിങ്ങൾക്ക് വളരെ വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള കുറെ ടോപ്പിക്സുകൾ നമ്മൾ കമ്പൈൻ ചെയ്തുകൊണ്ട് നല്ലൊരു വെബിനാർ ആയിരുന്നു കണ്ടക്ട് ചെയ്തത്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ബെനിഫിറ്റ് ചെയ്യുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു അഖവാത്ത് നിങ്ങൾ എല്ലാവരും. കാരണം ഇപ്പോഴത്തെ ഒരു സമയത്ത് നമ്മൾക്ക് മുന്നിൽ ഇങ്ങനെയുള്ള ഒരുപാട് അവസരങ്ങളും എളുപ്പങ്ങളും ഒരുപാട് എന്താ പറയാ നല്ല നല്ല അവസരങ്ങൾ, നല്ല നല്ല ബെനഫിഷ്യൽ ആയിട്ടുള്ള എന്താ പറയാ മൊമെന്റ്സ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് നമ്മൾ എത്രമാത്രം അത് ബെനിഫിറ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് നാളെ നമുക്ക് എന്തായാലും ഹിസാബ് ഉണ്ടാവും ഇല്ലേ? നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തിൽ എത്രമാത്രം ഫിത്നകൾ ഉണ്ട് എന്നതുപോലെ തന്നെ അത്രമാത്രം എളുപ്പമാണ് നമുക്ക് ദീൻ പഠിക്കാനും നമുക്ക് കാര്യങ്ങൾ നല്ലതും ചീത്തയും ഒക്കെ മനസ്സിലാക്കി അതിൽ നിന്നൊക്കെ മാറി നിൽക്കാനും ഒക്കെ എളുപ്പവും ഉണ്ട്. അതോടൊപ്പം ഫിത്നകളുടെ ആധിക്യവും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ എവിടെ നിന്നാവട്ടെ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ അവസരങ്ങളും നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. നമ്മുടെ ഈമാൻ ദുർബലപ്പെട്ടു പോകുന്ന ഈമാനിനെ എപ്പോഴും നമ്മൾ പുതുക്കിക്കൊണ്ടേയിരിക്കുക അല്ലെ? നമ്മളെ പുതുക്കാൻ വേറെ ആരും വരില്ല, നമ്മൾ തന്നെ പുതുക്കണം. അപ്പൊ അതുകൊണ്ട് ഈ തന്ന സെഷൻസ് ഒക്കെ നിങ്ങൾ ബെനിഫിറ്റ് ചെയ്തിട്ടില്ലേ? എല്ലാവരും വെബിനാർ സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തിരുന്നോ? നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ നിങ്ങളുടെ റെസ്പോൺസ് ഒക്കെ അറിയിക്കട്ടെ. ഞാൻ മാത്രം ഇങ്ങനെ സംസാരിച്ചാൽ ഒരു ബോറ് ഉണ്ടാവും. അപ്പം നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ ഒരു രസമായിരിക്കും. ഇൻഷാ അല്ലാഹ് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഇൻഷാ അല്ലാഹ് നമുക്ക് ഏകദേശം ഒരു 12ഓളം സെഷൻസ് നിങ്ങൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരുന്നു വെബിനാറുമായി ബന്ധപ്പെട്ട്. അപ്പൊ നിങ്ങൾ ഇതൊക്കെ എല്ലാം കേട്ടോ? നിങ്ങൾ ക്ലാസ്സസ് ഒക്കെ കേട്ടോ? പല പല ഡേറ്റ്സിലായിട്ടായിരുന്നു ക്ലാസ്സസ് നടന്നത്. മാഷാ അല്ലാഹ് നമ്മളുടെ ഏറ്റവും നല്ല ഇൽമുള്ള കുറേ സിസ്റ്റേഴ്സ് ഉണ്ട്. മാഷാ അല്ലാഹ് തലബുൽ ഇൽമുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആലിമാത്തുകളായിട്ടുള്ള അഖ്വാത്തുകൾ ഉണ്ട്. മാഷാ അല്ലാഹ് ബറക്കല്ലാഹു ഫീക്കും. അവരൊക്കെ ഒരുമിച്ച് ചേർന്നിട്ടാണ് നമുക്ക് ഈ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് മുന്നിലായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരുന്നത്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ബെനിഫിറ്റ് ചെയ്തിരുന്നോ? ഏറ്റവും ഇഷ്ടപ്പെട്ട സെഷൻ ഏതൊക്കെയായിരുന്നു? നിങ്ങൾ എല്ലാം നല്ല നല്ല സെഷൻ ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഭയങ്കര ഒരു സ്ട്രൈക്ക് ചെയ്യുക എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു സെഷൻ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഏറ്റവും നിങ്ങൾക്ക് ഭയങ്കര ക്ലാസ് കേട്ടിട്ട് ഇങ്ങനെ ഭയങ്കര ഒരു മാറ്റം മനസ്സിനകത്തൊക്കെ ഒരു ഒരു എനിക്ക് പഠിക്കണം എന്നൊക്കെ ഒരു ചിന്തയൊക്കെ വന്നിട്ടുള്ള സെഷൻസ് ഉണ്ടായിരുന്നോ? ഒന്ന് പറയൂ, ഏതൊക്കെയാന്ന് കേൾക്കട്ടെ. മാഷാ അല്ലാ ഷാഹിന മാമിന്റെ പിന്നെ അറബി പഠിക്കുന്ന സെഷൻ മാഷാ അല്ലാ അറബിയുടെ പ്രാധാന്യം മാഷാ അല്ലാ. അതുപോലെ ഷാഹിന മാമിന്റെ സെഷൻ സ്വഭാവം മാഷാ അല്ലാ.
തസ്കിയത്തുൻ നഫ്സ് ഉണ്ടായിരുന്നു, അറിവ് നേടുന്നതിന്റെ പ്രാധാന്യം, സീറന്റെ സെഷൻ, തലബുൽ ഇൽമ, ഇന്നലത്തെ ക്ലാസ്. ഓക്കെ ഹൈർ. അപ്പൊ ചുരുക്കി പറഞ്ഞ എല്ലാ സെഷൻസും പലർക്കും പലർക്കും പല പല സെഷൻസ് ആണ്. എല്ലാവർക്കും എല്ലാ സെഷൻസും ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കാം അല്ലെ? എല്ലാവർക്കും ബെനിഫിറ്റ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ. അപ്പൊ ഇതൊക്കെ ഈ സെഷൻസ് ഒക്കെ കേട്ടിട്ട് നിങ്ങളുടെ മനസ്സിൽ എന്താ ഒരു ആകെത്തുക, ഒരു കൺക്ലൂഷൻ നിങ്ങളുടെ മനസ്സിൽ? ഇപ്പോ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കേട്ട സിസ്റ്റേഴ്സ് ഉണ്ടാവും, ലൈക് കംപ്ലീറ്റ് എല്ലാ സെഷൻസും കവർ ചെയ്ത സിസ്റ്റേഴ്സ് കൂട്ടത്തിൽ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. നല്ല ഉഷാറായിട്ടുള്ള ആൾക്കാരുണ്ട് അങ്ങനെ, എനിക്കറിയാം. അപ്പം അങ്ങനെയുള്ള സിസ്റ്റേഴ്സിന്, അല്ലെങ്കിൽ ഇനി കുറച്ച് കുറച്ച് ഭാഗങ്ങൾ കേട്ടവരാവട്ടെ, അവസാനം നിങ്ങളുടെ മനസ്സിൽ തോന്നിയിട്ടുള്ള ഒരു എന്താ ഒരു അവസാനത്തിലൊരു നമുക്കിതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റം അല്ലെങ്കിൽ ഒക്കെ നമ്മളെ മനസ്സിൽ തോന്നിയോ? ഇതുപോലെ ദഅവ നടത്തണം എന്ന് തോന്നി. മാഷാ അല്ലാഹ്. മാഷാ അല്ലാഹ്. സുഹൈറത്ത. അതുപോലെ പൂർണ്ണമായിട്ടും എല്ലാ തെറ്റൊന്നും വിട്ടു നിൽക്കാൻ തോന്നി ഫാത്തിമ ഉഖ്തി. മാഷാ അല്ലാഹ്. വീണ്ടും ഇതുപോലത്തെ ക്ലാസ്സിന് ഓക്കെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നന്മയിൽ മുന്നേറണം എന്ന് തോന്നി. മാഷാ അല്ലാഹ്. ഓക്കെ. ചെയ്തതിനേക്കാളും കൂടുതൽ ചെയ്യാനുണ്ട്. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ തിരുത്താൻ പറ്റി. ദീൻ പഠിക്കണം. ഓ സുബ്ഹാനല്ലാഹ്, ദീൻ പഠിക്കണം അല്ലെ? ദീൻ പഠിക്കണം എന്ന് തോന്നി അഫ്രാഖ്തിക്ക്. മാഷാ അല്ലാഹ്. അതാണ് അല്ലെ, നമ്മൾ ഈ ഒരു വെബിനാർ നടത്തി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കുറേ യാഥാർത്ഥ്യങ്ങളെ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള നമ്മളെ പോലുള്ള നമ്മൾ സാധാരണക്കാർ തന്നെയാണ് അല്ലെ, ദീനുമായി അധികമൊന്നും ബന്ധപ്പെട്ട് നിൽക്കാത്ത, അല്ലെങ്കിൽ നമുക്കൊന്നും നമ്മൾ എവിടെ എത്തിയിട്ടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ദീന് പഠിച്ച് ഒരു അറ്റത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. പഠിച്ചു തുടങ്ങിയവരുണ്ടാവാം, പഠിച്ച് കുറച്ച് എത്തിയവരുണ്ടാവാം, എങ്ങനെയായാലും ഒന്നും പഠിക്കാതെ നിൽക്കുന്നവരുണ്ടാവാം. അപ്പൊ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട കുറേ ഫാക്ട്സ് ഉണ്ട് അല്ലെ, യാഥാർത്ഥ്യങ്ങളുണ്ട് നമ്മളെ മുന്നിൽ. നമ്മൾ എന്തിനാ ഈ ദുനിയാവിലേക്ക് അള്ളാഹു നമ്മളെ പഠിച്ചു വിട്ടത്? എന്താ നമ്മളെ പേർപ്പസ് ഓഫ് ലൈഫിലെ പേർപ്പസ് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ പല ക്ലാസ്സുകളിലും എപ്പോഴും നിരന്തരം കേൾക്കാറുള്ള ഒരു കാര്യമാണ് പേർപ്പസ് ഓഫ് ലൈഫ്. നമ്മളെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? നമ്മൾ ഇബാദ, അള്ളാനെ ഇബാദ ചെയ്യാന്നുള്ളതാണ്. നമുക്ക് ഏവർക്കും അറിയാം. ആ ഇബാദ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഗൈഡൻസ് വേണമല്ലോ അല്ലെ? പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പല ഡീവിയേഷൻസും, പല തെറ്റിദ്ധാരണകളും, പല എന്താ പറയുക, വ്യതിചലനങ്ങളും ഒക്കെ നടക്കുന്ന, നമുക്ക് എന്താണ് ശരി, അത് കേൾക്കുമ്പോൾ തോന്നും അത് ശരിയാണ്, ഇത് കേൾക്കുമ്പോൾ അത് ശരിയാണ്. ഇപ്പൊ നമ്മളെ ഭയങ്കരമായിട്ട് കൺവിൻസ് ചെയ്യിക്കുന്ന പലതരത്തിലുള്ള ഫിത്നകൾ നമുക്ക് ചുറ്റിനുണ്ട്. നന്മയായിട്ട് തോന്നും, ചിലത് തിന്മയെന്ന് തോന്നും, ചിലത് ഹറാമിനെ ഹലാലാക്കും, ഹലാലിനെ ഹറാമാക്കും. അങ്ങനെ പലതരത്തിലുള്ള ഫിത്നകൾ നമുക്ക് ചുറ്റിനും ഇങ്ങനെ നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകണം ശരിക്കുള്ള ദീൻ എന്താ നമ്മുടെ അടുത്ത് പറയുന്നത്. ശരിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ എന്താ പറയാ, വളരെ ലൈക്ക് സിമ്പിൾ ആയിട്ടാണ് നമുക്ക് അല്ലെ. ഒരിക്കലും ദീന് നമുക്ക് കടുപ്പമല്ല, നമുക്ക് പ്രയാസം ഉണ്ടാക്കുന്ന ഒരു സംഭവമല്ല. നമുക്ക് ഈ ദുനിയാവിൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള, ചെയ്യാൻ പാടുള്ളതും പാടില്ലാത്തതും, നമുക്ക് ഏറ്റവും ഹൈറായിട്ട് ഈ ദുനിയാവിൽ സന്തോഷകരമായിട്ട് സമാധാനമായിട്ട് നമുക്ക് ഈ ദുനിയാവിൽ ജീവിച്ച് നാളെ ഏറ്റവും നല്ലൊരു അവസ്ഥയിൽ റബ്ബിനെ കണ്ടുമുട്ടുന്ന ആ ഒരു ജേണിയിലുടനീളം നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചും റബ്ബിനെ കുറിച്ചും അവന്റെ പ്രവാചകന്മാരെ കുറിച്ചും അങ്ങനെ വിവിധ തരം മേഖലകൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്, ബേസിക് ആയിട്ട് അത്യാവശ്യമെങ്കിലും. പക്ഷേ നമ്മളിൽപ്പെട്ട പലരും അതിനെക്കുറിച്ച് ബോധമുള്ളവരല്ല അല്ലെ? എല്ലാവരും വളരെ ചെറിയ പ്രായത്തില് ചെറുപ്പത്തിൽ എന്തൊക്കെയോ പഠിച്ചു, വളരെ അപൂർണമായിട്ടുള്ള നോളജ് കരസ്ഥമാക്കിയിട്ട് ആ ഒരു നോളജ് കൊണ്ടാണ് ജീവിതകാലം മുഴുവനും ജീവിച്ചു പോകുന്നത് അല്ലെ? അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് ചുറ്റിനും ഇപ്പൊ പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ചുറ്റിനുമുള്ള അഹവാത്തുകളില്, നമുക്ക് ചുറ്റുമുള്ള മക്കളില്, നമ്മളെ ചുറ്റുമുള്ള ടീനേജേഴ്സ് ആയിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള മക്കളിലൊക്കെ നമ്മൾ ഈ ഒരു അവസ്ഥ കണ്ടുവരുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് ആണ് നമുക്ക് ദീൻ പഠിക്കണം. നമുക്ക് സമാധാനം വേണമെങ്കിൽ, നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രോമിസ് ചെയ്തിട്ടുള്ള ജന്ന നമുക്ക് വേണമെങ്കിൽ നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കണം എങ്ങനെ ജീവിക്കണം, എങ്ങനെ നമ്മൾ അള്ളാനെ മനസ്സിലാക്കണം, എങ്ങനെ നമ്മൾ ഇബാദ ചെയ്യണം. എല്ലാത്തിനും ഓരോരോ മേഖലകളും നമ്മൾ പഠിച്ചിരിക്കണം. പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്തായാലും ഹിസാബ് ഉണ്ടാവും. കാരണം നമുക്ക് നമ്മളുടെ കണ്ണ്, നമ്മുടെ കേൾവി, നമ്മുടെ കാഴ്ച, നമ്മളുടെ എല്ലാ കഴിവുകളും നമ്മൾ പല കാര്യങ്ങൾക്കും വേണ്ടി യൂസ് ചെയ്യുന്ന ആളുകളാണ്. ഇക്കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഡിഗ്രി ഇല്ലാത്ത ആരും ഉണ്ടാവൂല അല്ലെ? എല്ലാവരും ദുനിയാവിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും മേഖലകൾ പഠിച്ചവരോ പഠിക്കുന്നവരോ പഠിച്ചുകൊണ്ടിരിക്കുന്നവരോ
ഒക്കെ ആയിരിക്കാം. ഇനി അതല്ല അത് ദുനിയാവിന്റെ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ പോട്ടെ, പല പല ടാലന്റുകൾ ഉള്ള ആൾക്കാർ, കുക്കിങ്ങിൽ നല്ല ടാലന്റ് ഉള്ളവരുണ്ട്, സ്റ്റിച്ച് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ നമ്മളുടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാ നിഅമത്തുകളും പലതരത്തിൽ യൂസ് ചെയ്യുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ദീൻ പഠിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് നാളെ വളരെ വലിയൊരു ആപത്തായിട്ട് മാറും. അല്ലേ? അതുകൊണ്ട് ദീൻ പഠിക്കേണ്ടതിന്റെ ഒരു ഇമ്പോർട്ടൻസ്, ഒരു അനിവാര്യതയാണ് ഈ ഒരു വെബിനാർ സെഷനിലൂടെ നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അള്ളാ. അപ്പൊ ഈ വിഷയങ്ങളൊക്കെ നിങ്ങൾ കവർ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ മനസ്സിലാക്കണം, നിങ്ങൾ കേൾക്കണം. നമ്മൾ കേൾക്കുമ്പോഴാണ് നമ്മൾ എന്തൊരു സ്റ്റേറ്റിൽ നിൽക്കുന്നു അതിൽ തന്നെ ഉറച്ചു നിൽക്കരുത്. ചില ആൾക്കാരുണ്ട്, ഞാൻ ഇത്ര പഠിച്ചതൊക്കെ എനിക്ക് മതി, ഇതിനപ്പുറത്തേക്കൊന്നും ഇപ്പൊ കുറെ പഠിച്ചാലല്ലേ പ്രശ്നമുള്ളൂ, അത്യാവശ്യം പഠിച്ചിട്ടുണ്ട് ഞാൻ, എത്ര ക്ലാസ് വരെ മദ്രസയിലൊക്കെ പോയിട്ടുണ്ട്, അത് മതി എന്ന് വിചാരിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അപ്പൊ നമ്മൾ കേൾക്കുക, നമ്മൾ എവിടം വരെ എത്തി നിൽക്കുന്നു അറ്റ്ലീസ്റ്റ് നമ്മൾ സ്വന്തം ഒന്ന് ഇവാലുവേഷൻ നടത്തി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്ത് നമ്മള് നമുക്കിത് പഠിക്കേണ്ടതിന് ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമ്മുടെ വിഷയം, ഇന്നത്തെ ടോപ്പിക് തന്നെ നമുക്ക് സ്വർഗത്തിലേക്കുള്ള വഴിയിൽ പ്രവേശിക്കാൻ നിങ്ങൾ തയ്യാറല്ലേ എന്നാണ്. അപ്പൊ ഇത് കേൾക്കുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സ്വർഗത്തിലേക്കുള്ള വഴി. എല്ലാവർക്കും അറിയാം, കൂട്ടത്തിൽ അറിയാത്ത ആൾക്കാർ ആരും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. സ്വർഗത്തിലേക്കുള്ള വഴി എന്താന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് തലബുൽ ഇൽമിന്റെ പാതയാണ്. മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമ സഹല അല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. ഈ ഹദീസ് അറിയാത്തവരുണ്ടോ? എനിക്ക് തോന്നുന്നു അക്കാദമിയിൽ ഈ ഹദീസ് അറിയാത്ത ആരും ഉണ്ടാവില്ല. കാരണം നിങ്ങൾ എപ്പോഴും പല ക്ലാസ്സുകളിൽ കേട്ട് കേട്ട് കാണാണ്ട് പഠിച്ചിട്ടുണ്ടാവും. അപ്പം തൊലബുൽ ഇൽമിന്റെ അല്ലെങ്കിൽ അറിവ് നേടുന്ന വഴിയിലേക്ക് ആരെങ്കിലും ഒരാൾ പ്രവേശിച്ചു കഴിഞ്ഞാല് അള്ളാഹു സുബ്ഹാനഹു വ തആല ത്വരീഖൻ ഇലൽ ജന്ന, അവന് ജന്നയിലേക്കുള്ള ത്വരീഖാണ്, ആ ഒരു ത്വരീഖിലാണ് അവൻ ഉള്ളത്. ആ വഴി അവൻ എളുപ്പാക്കിക്കൊണ്ടേയിരിക്കും. അപ്പം ഇൽമിന്റെ വഴിയാണ് നമുക്ക് സ്വർഗത്തിലേക്കുള്ള വഴി. ഇൽമിന്റെ വഴിയിൽ നമ്മൾ പ്രവേശിച്ചാൽ മതി, യാത്ര തുടർന്നാൽ മതി. അത് കംപ്ലീറ്റ് ആയില്ലേലും കംപ്ലീറ്റ് ആവത്തില്ല ഒരിക്കലും. കാരണം അത്രയും നമുക്ക് കാര്യങ്ങൾ നമ്മൾ അതിലൊരിക്കലും പൂർണ്ണത അല്ലെ അങ്ങനെ നമുക്ക് ദുനിയാവിൽ അങ്ങനെ പഠിക്കാൻ കഴിയില്ല. നമ്മൾ എത്ര പഠിച്ചാലും നമ്മളുടെ ഒരു ജീവിത ആയുസിന്റെ ഒരു പകുതിക്ക് വെച്ച് നമ്മൾ ഈ മരണപ്പെട്ടാലും സുബ്ഹാനല്ലാഹ്, അല്ലാഹു നമുക്ക് നൽകുന്ന ഓഫർ ചെറുതല്ല. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന ഹദീസ് വെച്ച് സ്കോളേഴ്സ് മുൻഗാമികൾ പറയുന്നത്, നമ്മൾ ആ ഇൽമിന്റെ വഴിയിൽ പ്രവേശിച്ചാൽ തന്നെ ഇൻ കേസ് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, ഒരു 10 ജുസു കംപ്ലീറ്റ് ചെയ്യ 10 ജുസു ഹിഫ്ലാക്കിയപ്പോ തന്നെ, അല്ലെങ്കിൽ ഒരു 10 ഹദീസ് ഹിഫ്ലാക്കിയപ്പോ തന്നെ നമുക്ക് മരണം സംഭവിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസം, രോഗം, നമുക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു പ്രയാസം നമുക്ക് സംഭവിച്ചു കഴിഞ്ഞാല് തീർച്ചയായിട്ടും നമ്മളത് പഠിച്ച് പൂർണ്ണമായും പഠിച്ച ആളുകളുടെ പ്രതിഫലത്തിലായിരിക്കും നമുക്ക്, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലായിരിക്കും, അല്ലെങ്കിൽ ഒരു ഹാഫിളായിട്ടായിരിക്കും നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. അതുകൊണ്ട് വളരെ വലിയൊരു വഴിയാണ് നമുക്ക് മുന്നിലുള്ളത്. നമ്മളുടെ ടാലന്റിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മാർഗം നമ്മുടെ മുന്നിലുണ്ട്. നമ്മളുടെ ബുദ്ധിയും നമ്മളുടെ കേൾവിയും കാഴ്ചയൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന നല്ലൊരു മാർഗം. ആ മാർഗത്തിലേക്ക് പ്രവേശിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഒരു ഗൗരവം മനസ്സിലാക്കണം. അതിനാണ് ഈ വെബിനാർ നമ്മൾ നടത്തിയത്. കാരണം ആ മാർഗത്തിലേക്ക് പ്രവേശിച്ചാൽ മതി. നിങ്ങളത് എത്രത്തോളം നമുക്ക് പറ്റുന്നത് പോലെ, ഇപ്പം ഡെയിലി അല്ലെങ്കിൽ ഒരു ഡെയിലി ഒരു ഹാഫ് ആൻ അവർ, ഒരു 1 അവർ, അല്ലെങ്കിൽ ഓരോ ആളുകളുടെയും സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ അതിനുവേണ്ടി ടൈം സ്പെൻഡ് ചെയ്താൽ മതി. പക്ഷെ ആ ഒരു വഴിയിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞാല് പ്രവേശിക്കണം, പ്രവേശിക്കാതിരിക്കരുത്. പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ഏറ്റവും നല്ല വിജയത്തിലേക്കുള്ള വഴിയിലാണ് നമ്മൾ ഉള്ളത്. അപ്പോ ഇവിടെ ഞാൻ അധികം നീട്ടി വലിക്കുന്നില്ല. ഓൾറെഡി നിങ്ങൾ അൽഹംദുലില്ലാ കഴിഞ്ഞ വെബിനാർ സെഷനിലൂടെ വളരെ കൃത്യമായിട്ട് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി. നിങ്ങളിൽ പല ആളുകൾക്കും ഇൽമ് പഠിക്കണമെന്ന ആഗ്രഹം ഉണ്ടായി, ദീൻ ദഅവത്ത് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടായി. സുബ്ഹാനല്ലാഹ്, അള്ളാഹു ആഗ്രഹത്തെ നിലനിർത്തി തരട്ടെ, അതിലേക്കുള്ള വഴികൾ നിങ്ങൾക്ക് എളുപ്പാക്കി തരട്ടെ. അപ്പൊ ഇവിടെ ഇന്നത്തെ ഈ ഒരു സെഷനിൽ മെയിൻ ആയിട്ട് നമ്മുടെ റിസൾട്ട് അനൗൺസ്മെന്റ് ഉണ്ട് കേട്ടോ. നിങ്ങളാരും ക്ഷമയോടെ ഇരിക്കണം കേട്ടോ എല്ലാവരും. ഇൻഷാ അല്ലാഹ് റിസൾട്ട് നമ്മൾ ഏറ്റവും ഒരു രണ്ടാമത്തെ സെഷനിലാണ് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത്. ആദ്യം കുറച്ച് വിഷയങ്ങൾ നമുക്കൊന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പൊ ആദ്യം തന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ സ്വർഗത്തിലേക്കുള്ള വഴിയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന അഖവാത്തുകൾക്ക് കുറച്ച് വഴികൾ നൂറുൽ ഖുർആൻ അക്കാദമി നിങ്ങൾക്കായിട്ട് തുറന്നു നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ ആ വഴികളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് സംസാരിക്കുന്നത്. അപ്പൊ അതിന് മുന്നേ ആയിട്ട് ആദ്യമായിട്ട് ലൈക്ക് എന്താണ് അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഈ കൂട്ടത്തിലുള്ള എല്ലാവർക്കും എൻക്യു അക്കാദമിയെ കുറിച്ച് അറിയുമെങ്കിലും
ഇൻഷാല്ല അറിയാത്ത ആളുകൾക്കായിട്ട് ജസ്റ്റ് അക്കാദമി എന്താണെന്നൊന്ന് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കാരണം ഇപ്പൊ റമദാനിലും അല്ലാതെയൊക്കെ നമ്മൾ ഒരുപാട് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് അഹ്വാത്തുകൾ പുതുതായിട്ടും അക്കാദമിയെ കുറിച്ച് അറിഞ്ഞും അറിയാതെയും നമ്മളുടെ ഫാമിലിയിലേക്ക്, നമ്മളെ ഗ്രൂപ്പുകളിലേക്ക്, അപ്ഡേറ്റ്സ് ഗ്രൂപ്പുകളിലേക്കും നൂറൻ അല നൂർ ഗ്രൂപ്പുകളിലേക്കൊക്കെ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ പലർക്കും എൻക്വയറീസ് നമുക്ക് നടത്തുന്നവരെ നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിലും കോമൺ ആയിട്ട് എന്താണ് നൂറുൽ ഖുർആൻ അക്കാദമി എന്ന് നിങ്ങളോടൊന്ന് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. ഏകദേശം 2018 നൂറുൽ ഖുർആൻ അക്കാദമി ഓൺലൈൻ ആയിട്ട് നമ്മൾ പ്രവർത്തനം ആരംഭിക്കുന്നത്. അപ്പൊ അൽഹംദുലില്ലാ ഏകദേശം തജ്വീദ് എന്ന പഠന ശാഖയിൽ നിന്ന് തുടങ്ങി ഏകദേശം ഇപ്പൊ 12ഓളം ഡിപ്പാർട്ട്മെന്റ്സ്, വിവിധ വിഷയങ്ങൾ, ഇസ്ലാമിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന 12ഓളം ഡിപ്പാർട്ട്മെന്റ്സിലായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു ഓൺലൈൻ സ്ഥാപനമാണ് നൂറുൽ ഖുർആൻ അക്കാദമി. ഏകദേശം ഓരോ വർഷവും 1000-ലധികം അഖവാത്തുകളാണ് പല ഡിപ്പാർട്ട്മെന്റ്സുകളിലായിട്ട് പഠിച്ച് അവരുടെ പഠനം, അവരുടെ ചെറിയ ചെറിയ അല്ലെങ്കിൽ വലിയ കോഴ്സുകളൊക്കെ അവർ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അക്കാദമിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും ഒതന്റിക് ആയിട്ടുള്ള, ഏറ്റവും ആധികാരികമായിട്ടുള്ള സോഴ്സുകളിൽ നിന്നാണ് നമ്മൾ അറിവ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. എവിടുന്നെങ്കിലും ആരെങ്കിലും ഇങ്ങനെ ഏതൊരു അറിവ് നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിലും അത് ഏതൊരു കോഴ്സ് ആവട്ടെ, ഏതൊരു ഡിപ്പാർട്ട്മെന്റ് ആവട്ടെ, നിങ്ങൾക്ക് വേണ്ടി നമ്മൾ എടുക്കുന്ന റെഫറൻസുകൾ കൃത്യമായി നിങ്ങളെ അറിയിച്ചുകൊണ്ടും അത് ഇന്ന റെഫറൻസ് ആണെന്നും അത് വളരെ ഓതന്റിക് ആയിട്ടുള്ള റെഫറൻസ് ആണെന്നും നിങ്ങളെ അറിയിച്ചും അത് ഏറ്റവും കൃത്യമായിട്ടുള്ള സിലബസുകൾ ക്രമീകരിച്ചുകൊണ്ടാണ് അക്കാദമി മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും വലിയൊരു നമുക്കുള്ളൊരു മുതൽക്കൂട്ടാണ് നമ്മുടെ ടീച്ചേഴ്സ്. മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീഹുൻ, അല്ലാഹു അവർക്കെല്ലാം എളുപ്പം കൊടുക്കട്ടെ. ഏകദേശം 700-ലധികം ടീച്ചേഴ്സ് ആണ് അക്കാദമിയുടെ വളരെ വലിയൊരു പിൻബലം. വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള, വിദേശത്തും നാട്ടിലും ഒക്കെയുള്ള പല പഠനങ്ങളും പൂർത്തീകരിച്ചിട്ടുള്ള അഖവാത്തുകളായിട്ടുള്ള സഹോദരമായിട്ട് സ്ത്രീകളായിട്ടുള്ള ടീച്ചേഴ്സ് ആണ് നമ്മളുടെ അക്കാദമിയിൽ വർക്ക് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ അക്കാദമി ഒരിക്കലും ഒരു സംഘടനാ ബേസിസിൽ വർക്ക് ചെയ്യുന്ന ഒരു അക്കാദമി അല്ല. അപ്പൊ സംഘടന എന്ന് ഉദ്ദേശിച്ചത് നമ്മളെ കേരളത്തിലുള്ള പ്രത്യേകിച്ചുള്ള ഓർഗനൈസേഷൻസ്, ഇസ്ലാമിക് ഓർഗനൈസേഷൻസിന്റെ കീഴിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഘടനയുടെ ഭാഗമായിട്ട് ആ ഒരു സർക്കിളിലോ വർക്ക് ചെയ്യുന്ന ഒരു അക്കാദമി അല്ല. തികച്ചും അല്ലാതെ ഓൺലൈനായിട്ട് നമ്മൾ വളരെ ഒതന്റിക് ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് ഇൽമ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അപ്പൊ ഇതൊക്കെ ജസ്റ്റ് ഇൻഷാ അല്ലാഹ് അറിയാത്ത ആളുകൾക്ക് വേണ്ടി നമ്മൾ പറയുകയാണ്. അപ്പം അക്കാദമിയുടെ ലക്ഷ്യം വളരെ എളുപ്പത്തിൽ നിങ്ങളോട് പറയാമെന്ന് വിചാരിക്കുന്നു. നമുക്കറിയാം, നമ്മളുടെ വീടുകളിലിരിക്കുന്ന അഹ്വാത്തുകൾക്ക് നമ്മളെ സ്ത്രീകളുടെ ഒരു പൊതുവായിട്ടുള്ള ഒരു ദീനി പഠനത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മളൊന്ന് ബാക്കിലേക്കൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ വളരെ ചെറിയ പ്രായത്തിൽ മദ്രസകളിൽ പോയി പഠിച്ചിട്ടുള്ള, അല്ലെ, ചിലപ്പം നമ്മൾ സ്ത്രീ അഹ്വാത്തുകളായതുകൊണ്ട് തന്നെ ഒരു സമയം വരെ നമ്മൾ കൂടുതൽ മദ്രസകളിൽ പോവാറുള്ളൂ, അല്ലെ. ഒരു ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ മദ്രസകളിൽ പോകുന്നു നമ്മൾ സ്റ്റോപ്പ് ചെയ്യാറുണ്ട് പൊതുവെ കേരളത്തിൽ. അപ്പം നമുക്ക് ചെറിയ പ്രായത്തിൽ നമ്മൾ പഠിച്ച വളരെ ചുരുങ്ങിയ അല്ലെങ്കിൽ അപൂർണമായിട്ടുള്ള അറിവ് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ പല മേഖലകളും നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ ഏറ്റവും ഗൗരവമുള്ള, ഏറ്റവും എന്താ പറയുക, ശ്രദ്ധ പുലർത്തേണ്ട മേഖലകൾ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. കാരണം ഓരോ ഉമ്മഹാറ്റുകൾ, ഓരോ ഉമ്മമാരുമാണ് നാളത്തെ ഒരു തലമുറയെ വാർത്തെടുക്കുന്ന ആളുകൾ, അല്ലെ. നമ്മളൊരു മദ്രസയാണ്, ഓരോ മക്കളുടെയും ആദ്യത്തെ പാഠശാല അവരുടെ ഉമ്മയാണ്. അപ്പൊ ഏറ്റവും വലിയൊരു കാര്യമാണ്, ചെറിയൊരു വിഷയമല്ല. ഒരു ഒരു അല്ലെങ്കിൽ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ മക്കളെ നമ്മൾ വാർത്തെടുക്കുക എന്ന് പറഞ്ഞാൽ സമൂഹത്തിലേക്ക് ഒരു ഒരു പുതിയൊരു തലമുറയെ നമ്മൾ വാർത്തെടുക്കുകയാണ്, അല്ലെ. അവരെ കൊണ്ട് എന്തെല്ലാം അവരെ എങ്ങനെ വാർത്തെടുക്കുന്നു അതനുസരിച്ചാണ് ഹൈറും ഷെറും സമൂഹത്തിന് അല്ലെങ്കിൽ അവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഏറ്റവും വലിയൊരു കാര്യം കൈകാര്യം ചെയ്യുന്ന, ഏറ്റവും ഒരു കുടുംബത്തെ മുഴുവനായിട്ട് മാനേജ് ചെയ്യുന്ന, വലിയ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കുന്ന സ്ത്രീകളായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും എത്രമാത്രം അള്ളാഹുവിന്റെ ദീൻ, അള്ളാഹുവിന്റെ ശരിയാത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് സ്വയം നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. അപ്പം അക്കാദമിയുടെ ലക്ഷ്യം അത് തന്നെയാണ്, അല്ലെ. ചെറിയ പ്രായത്തിൽ തന്നെ മദ്രസകൾ പഠനം നിർത്തിവെക്കേണ്ടി അകത്തളങ്ങളിലേക്ക് എന്ന് പറഞ്ഞാൽ വീടിൻ്റെതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളിലേക്ക് നമ്മൾ ഒതുങ്ങി പോകേണ്ടി വന്ന സ്ത്രീ വിളക്കുകളിലെ പ്രകാശം പരത്താനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ഓരോരുത്തരും പഠിക്കണം. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ അതുപോലെ ഏറ്റവും ഹൈറായ രീതിയിൽ ഏറ്റവും നല്ല ഉറവിടങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരങ്ങളാണ് നൂറുൽ ഖുർആൻ അക്കാദമി തുറന്നു നൽകുന്നത്. ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ നമ്മൾ എത്രയും വേഗം പഠിച്ചാൽ നമുക്ക് ഒരിക്കലും ഇപ്പൊ ഹിഫ്ള് പഠിക്കാൻ എത്ര ടൈം, അല്ലെങ്കിൽ 3 വർഷം അല്ലെങ്കിൽ 4 വർഷം, അങ്ങനെയല്ല. നമുക്ക് ഓരോരുത്തർക്കും കഴിയുന്നത് എത്രയാണോ അത്രയും. അപ്പൊ അതുപോലെ ഇത്ര 30 ജുസുവും കംപ്ലീറ്റ് ചെയ്യണമെന്നല്ല, നിങ്ങൾക്ക് എത്രയാണോ പറ്റുന്നത് അത്രയും നിങ്ങൾ പഠിക്കുക. ആ ഒരു തരത്തിലാണ് അക്കാദമിയുടെ ഒരു പോളിസി. ഒരിക്കലും വേഗത്തിൽ കുറെ എന്തൊക്കെയോ പഠിപ്പിക്കുന്ന ഒരു അവസ്ഥയല്ല, സമാധാനത്തിൽ കാര്യങ്ങൾ പഠിപ്പിക്കാനാണ് അക്കാദമി എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.
അതുപോലെ നമുക്ക് നമ്മളോട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ ചില ചോദ്യങ്ങൾ നമ്മളെ തന്നെ ഒന്ന് സ്വയം ഒന്ന് ഇവാലുവേഷൻ നടത്തി നോക്കുക. നമ്മൾ എത്രമാത്രം നല്ലൊരു പാരന്റ് ആണ്. നമ്മളുടെ മക്കളുടെ വിഷയത്തിൽ നമ്മൾ ശരിക്കും അല്ലേ, പലപ്പോഴും പല മക്കളുടെയും വസ്ത്രധാരണങ്ങൾ കാണുമ്പോൾ, പല മക്കളുടെയും ഒരു ആദർശത്തിന്റെ ഒരു പ്രതിചലനം കാണുമ്പോൾ പലപ്പോഴും വളരെ വലിയ വിഷമം തോന്നാറുണ്ട് മനസ്സിലെന്താ, എന്തുകൊണ്ട് ഇവരുടെ പാരന്റ്സ് അവർക്ക് ശരിയായിട്ടില്ല. ഒരു 18-15 വയസ്സൊക്കെ ആകുമ്പോൾ കുട്ടികളെ തിരുത്തുക എന്നതല്ല, ചെറിയ പ്രായം മുതലേ അവർക്ക് ശരിക്കും ദീൻ എന്താണെന്നും ദീൻ പഠിക്കേണ്ടതിന്റെ പ്രാധാന്യം എന്താണെന്നും വസ്ത്രധാരണത്തിലുള്ള കാരണങ്ങളും അങ്ങനെ എല്ലാ വിഷയങ്ങളും പറഞ്ഞ് പഠിപ്പിച്ച് അവരെ ശരിയായ ഒരു പാതയിലേക്ക് കൊണ്ടുവരേണ്ട മെയിൻ ആളുകൾ നമ്മൾ പാരന്റ്സ് ആണ്. അപ്പോൾ പലപ്പോഴും ചിലപ്പോൾ നല്ല പാരന്റ്സ്, നല്ലൊരു പാരന്റിങ് ഉണ്ടെങ്കിലും ചില മക്കൾ പ്രയാസത്തിലായി പോവാറുണ്ടെങ്കിൽ പോലും പലപ്പോഴും പലതിനും നമ്മൾ പാരന്റ്സിന്റെ ഒരു ഭാഗം നോക്കുമ്പോൾ അവർക്ക് അറിവില്ല, അവർക്ക് അതിനെക്കുറിച്ച് ഒരു അവയർനെസ്സോ അല്ലെങ്കിൽ ഒരു നോളജോ ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും പല മക്കളുടെ ആദർശങ്ങളിലുള്ള പ്രയാസങ്ങളും വസ്ത്രധാരണത്തിലും അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാണുന്ന പല ഫിത്നകളിലേക്കും മക്കള് വീണു പോകുന്നത്. അതുകൊണ്ട് നമ്മൾ സ്വയം നമ്മളുടെ അവസ്ഥ, നമ്മളുടെ മക്കളിലേക്ക് നമ്മൾ നോക്കുക, അവരെത്രമാത്രം ശരിക്കും ദീൻ പഠിച്ചവരാണ് അല്ലെങ്കിൽ എത്രമാത്രം ദീനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണെന്ന് സ്വയം ഒന്ന് ആലോചിച്ച് നമ്മൾ തന്നെ ഇവാലുവേഷൻ നടത്തി നോക്കുക. അതുപോലെ തന്നെ നമുക്കറിയാം പെൺമക്കൾ സ്വർഗത്തിലേക്കുള്ള ഒരു വഴിയാണ്. അപ്പൊ അവരെ നമ്മൾ എത്രമാത്രം ആ തരത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട് നമ്മൾ ചിന്തിച്ചു നോക്കുക. ഒരു കുടുംബത്തിനെ കൃത്യമായിട്ട് നമ്മൾ എങ്ങനെ മുന്നോട്ട് നയിക്കുന്നു നമ്മൾ ചിന്തിച്ചു നോക്കുക. അപ്പൊ നമ്മളുടെ ഓരോ അവസ്ഥയിലേക്ക് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചില കാര്യങ്ങളിലേക്ക് നമുക്ക് മുന്നിട്ട് ഇറങ്ങാം. ഇൻഷാ അല്ലാഹ് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ കാര്യങ്ങൾ പഠിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകട്ടെ. അപ്പൊ പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് വെറും ഒരു പാരായണത്തിനുള്ള ഒരു ഗ്രന്ഥമല്ല. അതിനെക്കുറിച്ച് പഠിക്കാനും അതിനെക്കുറിച്ച് ഉറ്റാലോചിക്കലും ചിന്തിക്കലും അതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ എത്ര ആളുകൾ ആ തരത്തിലേക്കൊക്കെ മുന്നോട്ട് വരുന്നു എന്ന് സ്വയമേ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതിനൊക്കെ നമുക്ക് നാളെ റബ്ബിന്റെ അടുക്കൽ ആൻസറബിൾ ആണ് കേട്ടോ ഈ കാര്യത്തിലൊക്കെ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല കാര്യങ്ങളും പഠിച്ചവരാണ് നമ്മൾ. ഖുർആൻ മനസ്സിലാക്കാൻ അറബി ഭാഷ അറിയില്ല എന്ന് പറയലൊരു എക്സ്ക്യൂസ്, അങ്ങനത്തെ ഒരു എക്സ്ക്യൂസേ നമ്മളെ മുന്നിൽ ഇല്ല. ബിക്കോസ് നമ്മൾ എത്ര ഭാഷകൾ അറിയുന്ന ആൾക്കാരായി കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിയാത്ത ആരും ഉണ്ടാവില്ല. ലൈക്ക് കുറച്ച് അല്ലെ അത്യാവശ്യമെങ്കിലും അറിയുന്ന ആൾക്കാരുണ്ടാവും അല്ലെ. അറ്റ്ലീസ്റ്റ് എന്റെ ഒരു വേർഡ്സ് കമ്പൈൻ ചെയ്യാനും സെന്റൻസ് ഉണ്ടാക്കാനും അറിയുന്നവർ കൂടുതൽ ഉണ്ടാവും. അതല്ലേ പോട്ടെ, മലയാള ഭാഷ നന്നായി കൈകാര്യം ചെയ്യുന്നവരുണ്ടാവും, മറ്റുള്ള ഭാഷകൾ കൈകാര്യം ചെയ്യുന്നവരുണ്ടാവും. പക്ഷെ എന്തുകൊണ്ട് അറബി ഭാഷ പറ്റുന്നില്ല? അത് മാത്രം ഭയങ്കര ടഫായി തോന്നുന്നു. ഒരു അത്ര അങ്ങോട്ട് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല അറബി ഭാഷയുടെ കാര്യത്തിൽ. നമ്മുടെ അറബി ഭാഷയുടെ പ്രാധാന്യത്തെ കുറിച്ച് നമ്മളെ ബഷീറാഖ്തിയുടെ ക്ലാസ്സിലാരും കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അത്ര ഒരുപാട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നാളെ റബ്ബിന്റെ മുന്നിൽ നമ്മൾ എന്ത് ആൻസറാ പോയിട്ട് പറയാ? അള്ളാഹ് ചോദിക്കൂലേ നമ്മുടെ അടുത്ത്, നിങ്ങൾ ഇന്ന കാര്യം പഠിക്കാൻ സമയം ഉണ്ടായിരുന്നു, ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ സമയം ഉണ്ടായിരുന്നു, നിനക്ക് MBBS എടുക്കാൻ സമയം ഉണ്ടായിരുന്നു, നിനക്ക് നല്ലപോലെ കുക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അതിന് ആ ഒരു പാഷന് സമയം ഉണ്ടായിരുന്നു, എന്തുകൊണ്ട് നീ എന്റെ കലാം പഠിക്കാൻ അറബി ഭാഷ പഠിച്ചില്ല? അല്ലെങ്കിൽ ഞാൻ നിനക്ക് തന്നൊരു മെസ്സേജാണ്, ഞാൻ നിന്നോട് സംസാരിച്ച മെസ്സേജാണ്, നീ എങ്ങനെ ജീവിക്കണം, നീ എന്തൊക്കെ ചെയ്യണം, നിനക്കുള്ള എല്ലാ തസ്കിയത്തും ആ ഖുർആനിൽ ഉണ്ടായിരുന്നു, പക്ഷെ നീ ഇത് മനസ്സിലാക്കിയില്ലല്ലോ എന്ന് റബ്ബടുത്ത് നമ്മുടെ അടുത്ത് ചോദിച്ചാൽ നമ്മൾ എന്താ ആൻസറാ പറയാ അള്ളഹാനോട്? നമ്മൾ ചിന്തിക്കണം. ഇതൊക്കെ നമ്മൾ നാളെ ഫേസ് ചെയ്യാൻ പോകുന്ന കുറെ റിയാലിറ്റീസ് ആണ് ഉഖ്തിമാരെ. നമ്മളിതൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പറ്റുകയാണെങ്കിൽ എപ്പോഴെങ്കിലും ഒരു വീക്ക്ലി വൺസ് എങ്കിലും നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് ഒരു റൂമിൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് നമ്മൾ കണ്ണൊക്കെ അടച്ച് പറ്റുകയാണെങ്കിൽ ലൈറ്റൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട്, പലപ്പോഴും ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മൾ സ്വന്തമായിട്ടൊന്ന് കണ്ണൊക്കെ അടച്ചൊന്ന് ആലോചിച്ച് നോക്കുക. നാളെ ഈ ഒറ്റയ്ക്ക് ഞാന് വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു അവസ്ഥയിൽ നാളെ റബ്ബിന്റെ മുന്നിൽ പോയിട്ട് ഇങ്ങനെ നിൽക്കും. ഉം. അപ്പൊ റബ്ബ് എന്റെ അടുത്ത് കുറെ ചോദ്യങ്ങൾ ചോദിക്കും. ഞാൻ ചെയ്തിട്ടുള്ള നന്മയും തിന്മയുമായിട്ടുള്ള ഏടുകൾ എന്റെ മുന്നിൽ അള്ളാഹു കാണിക്കും. എന്റെ അടുത്ത് കുറച്ച് അല്ലെ എന്റെ ആ സമ്പത്തിനെ കുറിച്ചും എന്റെ ആരോഗ്യത്തെ കുറിച്ചും എന്റെ ഒഴിവ് സമയത്തെ കുറിച്ചും എന്റെ എല്ലാത്തെ കുറിച്ചും 5 കാര്യങ്ങളെ കുറിച്ച് റബ്ബ് എന്റെ അടുത്ത് ചോദിക്കും. നമസ്കാരത്തെ കുറിച്ച് ചോദിക്കും. ഇതൊക്കെ ഞാൻ എങ്ങനെ ആൻസർ ചെയ്യും? റബ്ബിന്റെ മുന്നിൽ നമുക്ക് ഒന്നും അവിടെ ഇല്ല മറച്ചു വെക്കാനോ കള്ളത്തരം പറയാനോ ഒന്നും പറ്റൂല. അള്ളാഹു നമുക്ക് ഏവർക്കും എളുപ്പം നൽകട്ടെ. അള്ളാഹു മഹാസിബിന ഹിസാബൻ യസീറ, നമുക്ക് ഏറ്റവും എളുപ്പത്തിലുള്ള ഹിസാബ് അല്ലെങ്കിൽ ഹിസാബ് ഇല്ലാണ്ട് തന്നെ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകട്ടെ. അപ്പൊ നമ്മൾ സ്വയം എപ്പോഴും നമ്മളെ ഇവാലുവേഷൻ, ലൈക്ക് നമ്മളെ ഒന്ന് എന്താ വിചിന്തനം നടത്തിക്കൊണ്ടേ ഇരിക്കണം. നമ്മൾ പഠിക്കാൻ വേണ്ടി മുന്നോട്ട് വരണം. അപ്പം ഇവിടെ തീർച്ചയായിട്ടും നമ്മൾ അക്കാദമിയുടെ മറ്റൊരു ലക്ഷ്യമാണ്, നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ജീവിതത്തിന്റെ പല മേഖലകളിൽ നമ്മൾ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ
അതിപ്പം അഹ്വാത്തുകൾ മാത്രമല്ല, നമ്മള് പഠിക്കുന്ന കുട്ടികളാവട്ടെ, പല 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 എന്താ പറയാ പരീക്ഷണങ്ങൾ നേരിടേണ്ട സമയങ്ങൾ നമുക്ക് വരും ഇല്ല ജീവിതത്തിൽ. എന്തായാലും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളുടെ മരണം, അതുപോലെ പല പല രോഗങ്ങൾ, അങ്ങനെ പരീക്ഷണങ്ങൾ നേരിടാത്ത, ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പരീക്ഷണങ്ങൾ നേരിടാത്ത ആരും നമുക്ക് ചുറ്റിനുമില്ല. അപ്പൊ ആ സമയത്തൊക്കെ നമുക്കൊന്ന് പിടിച്ചു നിൽക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു യഖീനോടെ നമുക്ക് ഇത് ദുനിയാവിന്റെ പരീക്ഷണങ്ങളാണെന്ന് പറഞ്ഞ് നമുക്കിങ്ങനെ വളരെ ടെൻസ്ഡ് ആവാതെ നമുക്ക് അവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ശരിയായിട്ടുള്ള ഇൽമ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. ശരിയായിട്ടുള്ള ഖദറിലുള്ള വിശ്വാസം, അതല്ലെങ്കിൽ നമ്മൾ തവക്കുൽ ചെയ്യാനുള്ള അറിവ്, ഇതൊക്കെ നമ്മളിൽ ഉണ്ടാവണം. അതാ ആ ഒരു തരത്തിലേക്ക് ഓരോ അഹവാത്തുകളും പലപ്പോഴും പല വീടുകളിലും പല അഹവാത്തുകളുടെയും പ്രയാസങ്ങളിൽ അവര് വളരെ തളർന്നു പോവുക, പല ഡിപ്രഷൻ പോലത്തെ രോഗങ്ങൾ വരിക, അതല്ലെങ്കിൽ പല സൂയിസൈഡ് ചെയ്യാനുള്ള അറ്റംപ്റ്റ്, അങ്ങനത്തെ പല കാര്യങ്ങളും നമ്മളുടെ ദീനിലുള്ള ആളുകൾക്ക് അങ്ങനത്തെ അവസ്ഥ വരണമെങ്കിൽ അവർ അത്രമാത്രം ആ ദീനിൽ നിന്ന് അകന്ന്, അല്ലെങ്കിൽ ദീനിന്റെ അറിവ് കരസ്ഥമാക്കുന്നതിൽ ഒത്തിരി അകന്നു പോയിട്ടുള്ള ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ അതൊക്കെ തീർച്ചയായിട്ടും ഇൽമിലുള്ള കുറവാണ്. നമ്മൾ അക്കാദമി ഇതിലൂടെ, ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ഉദ്ദേശിക്കുന്ന മറ്റൊരു ലക്ഷ്യവും കൂടി ഏറ്റവും ശരിയായ നിലക്ക് ദീനി വൈജ്ഞാനിക പാഠവത്തിലൂടെ നമ്മളെ ഒന്ന് ഉയർത്തിക്കൊണ്ട്, കാരണം തീർച്ചയായിട്ടും അതിലൂടെ മാത്രമാണ് നമുക്ക് ഒരു ഉയർച്ച ഉണ്ടാവുക. അത് പരിശുദ്ധ ഖുർആനില് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് എങ്ങനെയാണ്? അള്ളാഹു സുബ്ഹാനഹു വതആല ഊതുൽ ഇൽമ, അതായത് അറിവ് നൽകപ്പെട്ട ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഓരോ ദറജകള് ഉയർത്തി കൊടുക്കും. അത് ചില ദുനിയാവിലും അങ്ങനെ തന്നെ, ആഖിറത്തിലും അങ്ങനെ തന്നെ, അല്ലെ? അപ്പൊ ആ ഒരു ദറജകളിലേക്ക് നമ്മൾ എത്തിച്ചേരണമെങ്കിൽ നമ്മൾ അറിവുമായി ബന്ധപ്പെട്ടില്ല. അറിവ് പഠിച്ച് വലിയ ആലിമത്ത് ആവണം എന്നല്ല, പക്ഷെ അറിവുമായി നമ്മൾ ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തോ ഒരു സമാധാനം അറിയോ. ഇന്ന് നമ്മളെ ചുറ്റിനും ഒരു 100 ആളുകൾ വന്ന് നമ്മളെ കുറ്റപ്പെടുത്തിയാലും, നമ്മളെ ചുറ്റിനും ഒരു 100 പ്രയാസങ്ങൾ വന്ന് നിന്നാലും നമുക്കിങ്ങനെ സന്തോഷിക്കാൻ തോന്നും ആ സമയത്തൊക്കെ. നമുക്കിങ്ങനെ മനസ്സിങ്ങനെ ഭയങ്കര പ്ലസന്റ് ആവുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. നമ്മളിങ്ങനെ ഡിപ്രഷൻ ഒരു സംഭവം തന്നെ നമ്മളെ ഹൃദയത്തിലേക്ക് വരാത്തൊരു അവസ്ഥയിലേക്ക് നമ്മൾ മാറും. അത് ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. അപ്പൊ ആ തരത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം. നമ്മൾ ഏറ്റവും നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കുന്നതോടൊപ്പം തന്നെ നമ്മളുടെ മെന്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്തിന് കൂടെ, അല്ലെ നമ്മളുടെ ഉയർച്ചയ്ക്ക് കൂടെ, ദുനിയാവിലും ആഖിറത്തിലുള്ള എല്ലാ ഉയർച്ചയ്ക്കും കാരണമാകുന്ന ഒരു കാര്യമാണ് അറിവുമായി നമ്മൾ ബന്ധപ്പെടുക, അല്ലെങ്കിൽ ഇൽമ് കരസ്ഥമാക്കുക, തലബുൽ ഇൽമിലേക്ക് നമ്മൾ കടന്നു വരിക എന്നുള്ളത്. ഇനി ഇൻഷാ അള്ളാഹ് നമ്മൾ അക്കാദമിയുടെ കുറച്ച് സ്പെഷ്യാലിറ്റീസ് നിങ്ങളോട് പറയാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്കറിയാം ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോംസുകൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു സമയമാണ് നമുക്കിപ്പോ. ഒരുപാട് ക്ലാസ്സസ് നമുക്കുണ്ട്. മാഷാ അള്ളാഹ് എല്ലാവരും നല്ല ഭംഗിയായി തന്നെ അവരവരുടെ ഇൽമ് നല്ല രീതിയിൽ, നമുക്ക് സത്യം പറഞ്ഞാൽ കൊറോണ ഒരു അനുഗ്രഹമാണെന്ന് പറയാന് ലിറ്ററലി ഭയങ്കര എന്താ പറയാ, ആത്മാർത്ഥമായിട്ട് നമുക്ക് പറയാൻ പറ്റും. കൊറോണ ഒരു അനുഗ്രഹമായിരുന്നു. കാരണം സുബ്ഹാനല്ലാഹ് ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള ഒരുപാട് അവസരങ്ങളും പഠിക്കാനുള്ള ഒരുപാട് അവസരങ്ങളും ഒക്കെ നമുക്ക് അവൈലബിൾ ആയി ആ ഒരു സമയത്തിന് ശേഷം. അപ്പം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അക്കാദമി നിൽക്കുന്നതിന്റെ കുറച്ച് സ്പെഷ്യാലിറ്റീസ് എല്ലായിടത്തും ഉള്ളത് തന്നെ ആയിരിക്കുമെങ്കിലും, ഇത് നമ്മൾ പറയുന്ന സ്പെഷ്യാലിറ്റീസ് അല്ല കേട്ടോ. ഒരിക്കലും നമ്മൾ സ്വന്തമായിട്ടിരുന്ന് ഇങ്ങനെ അക്കാദമിയെ പോസ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയല്ല. പക്ഷെ പലപ്പോഴും പല സ്റ്റുഡൻസിൽ നിന്ന് നമ്മൾ കേട്ടറിഞ്ഞതും മനസ്സിലാക്കിയതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. ഇതാരും നെഗറ്റീവായി എടുക്കരുത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ തുറന്നു തരിക എന്നുള്ളതാണ് ഇവിടെ ലക്ഷ്യം വെക്കുന്നത്. അക്കാദമിയുടെ പ്രത്യേകതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്നുള്ളത് തന്നെയാണ്. നമുക്ക് എവിടെയും ട്രാവൽ ചെയ്ത് പോകണ്ട, ആരുടെയും കാല് പിടിക്കേണ്ട, ആരുടെയും സമ്മതം വേണ്ട, മഹറമായിട്ടുള്ള ആൾക്കാരെ തിരയണ്ട. നമുക്ക് വീടുകളിൽ നമ്മുടെ ഏറ്റവും പ്രൈവസി ആയിട്ടുള്ള ഒരു സ്ഥലത്തിരുന്ന് നമുക്ക് ഏറ്റവും സമാധാനത്തില് നമ്മളെ ജോലിയൊക്കെ നേരത്തെ നമ്മൾ നന്നായിട്ട് ഷെഡ്യൂൾ ചെയ്യാൻ അറിയാവുന്ന ആൾക്കാരാണ് നമ്മൾ സ്ത്രീകൾ, അല്ലെ? ഒരു കാര്യം നമുക്ക് വളരെ ഭംഗിയായിട്ട് വേഗത്തിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് നമ്മൾ. പല കാര്യങ്ങൾക്കും നമുക്കറിയാം, അല്ലെ? അപ്പൊ നമ്മളെ കാര്യങ്ങളൊക്കെ വേഗം ഷെഡ്യൂൾ ചെയ്ത് കുറച്ചൊരു സമയം, ദിവസത്തിന് 1 മണിക്കൂറോ 1/2 മണിക്കൂറോ 2 മണിക്കൂറോ നിങ്ങൾക്ക് പറ്റുന്ന എത്രയാണോ അത്രയും സമയം നിങ്ങൾക്ക് ഇതിനു വേണ്ടി ചെലവഴിക്കാൻ പറ്റുന്ന തരത്തിൽ നല്ലൊരു പ്ലാറ്റ്ഫോം ആണ് ഓൺലൈൻ പ്ലാറ്റ്ഫോം. പ്രത്യേകിച്ച് വാട്സപ്പ്, സൂം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട്, വളരെ അക്സസിബിൾ ആണ്, കാര്യങ്ങളെല്ലാം എളുപ്പമാണ്, അല്ലെ? കൺവീനിയന്റ് ആണ് യൂസ് ചെയ്യാൻ. അപ്പൊ ഇതാണ്, ഈ ഒരു പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് അക്കാദമി ഇപ്പോഴും ക്ലാസ്സസ് കൊടുക്കുന്നത്. നമുക്ക് പല പല മറ്റുള്ള പല പ്ലാറ്റ്ഫോംസും എടുക്കാൻ ഉള്ള അവസരങ്ങളുണ്ട്. ഇപ്പം ഈ സൂം അല്ലാത്ത പക്ഷെ നമുക്ക് കുറച്ചുകൂടി ആളുകൾക്ക് എളുപ്പവും, എല്ലാവരും കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നത്, ഇപ്പൊ നമ്മൾ ടെലഗ്രാം ഒക്കെ പല ഓപ്ഷൻസ് നമ്മളെ മുന്നിലുണ്ടെങ്കിലും കൂടുതലും എളുപ്പമുള്ളതിലേക്കാണ് അക്കാദമി എപ്പോഴും വഴി തുറക്കുന്നത്. പിന്നെ കാരണം എളുപ്പമായിട്ട്, പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകൾക്കും മുതിർന്നവർക്കും ഒക്കെ യൂസ് ചെയ്യാനുള്ള ഒരു എളുപ്പം കൊടുക്കുക എന്നുള്ളതാണ് അക്കാദമി എപ്പോഴും ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് നമ്മളുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ് ഫേസ് ടു ഫേസ് ക്ലാസ്സുകൾ. നമുക്കറിയാം ഓൺലൈൻ ക്ലാസ് എന്ന് പറയുമ്പോൾ പൊതുവെ നമുക്കൊരു മടുപ്പും ഒരു മടിയും അലസത അതല്ലെങ്കിൽ തന്നെ വരും. നമ്മൾ അസ്ബാബുൽ ഫുതൂർ എന്ന് പറയുന്ന ഫുതൂർ ഫി തലബിൽ ഇൽമിന്റെ
സെഷൻ ലുബൈബ കേട്ടിരുന്നല്ലോ. 5 കാരണങ്ങളാണ് നമുക്ക് കൂടുതലും മടിയും അലസതയും വരാന്. അത് 5 ഏതൊക്കെയാന്ന് ഓർമ്മയുണ്ടോ ഇങ്ങക്ക്? ക്ലാസ് കേട്ടിരുന്നോ മിനിഞ്ഞാന്നത്തെ ക്ലാസ്? 5 കാരണങ്ങളുണ്ടല്ലേ. അപ്പൊ അതൊക്കെ കേൾക്കണം ട്ടോ. 5 കാരണങ്ങൾ നമ്മളിൽ പ്രത്യേകിച്ച് അക്കാദമി സ്റ്റുഡന്റ്സ് ആ 5 കാരണങ്ങൾ എന്നിലുണ്ടോ, അത് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള മാർഗങ്ങളൊക്കെ പ്രത്യേകം മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കണം. ഒരിക്കലും മടി, അലസത നമുക്ക് വരാനേ പാടില്ല. തലബിൽ ഇൽമിന്റെ സമയത്ത് നമ്മളെ ഷെയ്ത്താൻ പിടികൂടുന്ന ഏറ്റവും വലിയൊരു സാധനമാണ് ഈ മടിയും അലസതയും. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ അതിൽ നിന്നൊക്കെ. അപ്പൊ ഫേസ് ടു ഫേസ് ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യാനുള്ള മെയിൻ കാരണം നമുക്കൊരു ഓൺലൈൻ ആണെന്നുള്ള ഒരു സീരിയസ്നെസ് ഇല്ലായ്മ, ഒരു സില്ലി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത്. പകരം ഒരു അധ്യാപികയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഇൽമുള്ള മുഅല്ലിമയിൽ നിന്ന് നേരിട്ട് നമ്മൾ നേരിട്ടൊരു സ്ഥാപനത്തിൽ പോയിട്ട് ഇൽമ എടുക്കുന്ന അതേ അന്തരീക്ഷം ഒരുക്കിയിട്ടുള്ള ക്ലാസ് മുറികളാണ് അക്കാദമിയുടെ മറ്റൊരു പ്രത്യേകത. ഇപ്പം അത് ചെറിയ മക്കളുടെ മദ്രസ ആവട്ടെ, സ്റ്റഡി കോഴ്സുകളാവട്ടെ, എല്ലാം തന്നെ നിങ്ങൾക്ക് നേരിട്ട് നിങ്ങളുടെ അധ്യാപികയെ കാണാനും അവരോട് നേരിട്ട് സംശയങ്ങൾ ചോദിക്കാനും, അതിപ്പോ തജ്വീദിന്റെ മേഖലയായാൽ നമുക്ക് നേരിട്ട് തന്നെ അവരുടെ വായിൽ നിന്ന് തന്നെ ഹറൂഫുകൾ, മഖാരിജുകൾ, സിഫാത്തുകൾ പഠിക്കാനൊക്കെ ഉള്ള അവസരം അക്കാദമിയുടെ മറ്റൊരു പ്രത്യേകതയാണ്. അപ്പൊ നമുക്ക് ഒരിക്കലും ഒരു മടുപ്പ് ഉണ്ടാവില്ല. നമ്മളൊരു ഓൺലൈൻ ക്ലാസ് ആണ് അറ്റൻഡ് ചെയ്യുന്നതെന്നൊരു ചിന്ത പല ഡിപ്പാർട്ട്മെന്റ്സിലും പല സ്റ്റുഡൻസിനും ഇല്ല. അവർക്കൊരു പണ്ടൊക്കെ ഒരു കോളേജിലൊക്കെ പോയ, പണ്ട് സ്കൂളുകളിലൊക്കെ പഠിച്ചൊരു അറ്റ്മോസ്ഫിയറിലാണ് അവർ വാട്സപ്പ് ക്ലാസ് റൂമിലാവട്ടെ അവരുടെ സൂം ക്ലാസ് മുറിയിലൊക്കെ ഇരിക്കുന്നത്. അത് നമ്മൾ പറഞ്ഞൊരു കാര്യമല്ല കേട്ടോ, ഇത് സ്റ്റുഡൻസ് തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ള പ്രത്യേകതകളിൽ ഒരു പ്രത്യേകതയാണ്. സുബ്ഹാനല്ലാഹ്, അത് നിലനിർത്തി തരട്ടെ, എളുപ്പാക്കി തരട്ടെ നമുക്ക് കാര്യങ്ങൾ. ആമീൻ. പിന്നെ മറ്റൊരു പ്രത്യേകതയാണ് നമ്മളുടെ പഠന പരിശീലനം. അതായത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെ ഒരു എഴുത്തുകൊണ്ട് മാത്രമല്ല നമ്മൾ ഇതിനെ റിഫ്ലക്ട് ചെയ്യിക്കുന്നത്. പകരം അത് സെമിനാർ രൂപത്തിലും തിയറി സെഷൻസ് ആയിട്ടും പ്രാക്ടിക്കൽ സെഷൻസ് ആയിട്ടും പല തരത്തിലും നമ്മളിപ്പോ എന്താണോ പഠിക്കുന്നത് അത് പഠിച്ചിങ്ങനെ ഒരു ലിസണിങ് മാത്രം കഴിഞ്ഞാൽ അതിനെ വിട്ടുപോകുന്ന ഒരു അവസ്ഥയല്ല. പകരം നമ്മൾ പഠിച്ചത് അത് എന്താകട്ടെ, തജ്വീദ് ആയിക്കോട്ടെ, അത് മറ്റ് ഫിഖ് ആയിക്കോട്ടെ, തഫ്സീർ ആയിക്കോട്ടെ, എന്ത് വിഷയമാണെങ്കിലും നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ച് നമുക്കറിയാം, നമുക്ക് പല കാര്യങ്ങൾ നമ്മളിങ്ങനെ തലബുൽ ഇൽമിന് വേണ്ടി മാത്രം ഒഴിഞ്ഞിരിക്കുന്ന ആൾക്കാരല്ല നമ്മളീ പലരും. നമ്മളെല്ലാവരും വളരെ വലിയ ഉത്തരവാദിത്തങ്ങളും മക്കളെ നോക്കലും ഭർത്താവിനെ നോക്കലും എല്ലാം കഴിഞ്ഞിട്ടിരിക്കുന്ന ആൾക്കാരാ. അപ്പൊ നമ്മളുടെ ഈ ഒരുപാട് പുകഞ്ഞിരിക്കുന്ന തലയിൽ കാര്യങ്ങളൊക്കെ നിൽക്കാൻ കുറച്ച് പാടാണ് അല്ലെ. പലരും പലപ്പോഴും പറയും ഈ ഓർമ്മശക്തി കുറവാണ്. പലതും ഓർമ്മശക്തി കുറവിനേക്കാളും നമുക്ക് ഈ ഒത്തിരി കാര്യങ്ങൾ മനസ്സിൽ കിടക്കുമ്പോഴേ നമുക്ക് പലതും മറന്നുപോകും. അപ്പൊ നമുക്ക് അതാണ് മെയിൻ ആയിട്ടുള്ള കാരണം. അപ്പം ഈ മറന്നൊന്നും പോവാതിരിക്കാനും നമ്മൾ പഠിച്ച കാര്യങ്ങളെ വളരെ ഫിക്സ്ഡ് ആയിട്ട് ഇങ്ങനെ നമ്മളെ തലയിൽ കുറച്ച് നാളെ നിൽക്കാനൊക്കെ തരത്തിലുള്ള ഒരു പ്രാക്ടീസിങ് ആൻഡ് തിയറി സെഷൻ രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണോ പഠിക്കുന്നത് അത് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ഹൃദയത്തിലും നിങ്ങളുടെ തലച്ചോറിലും ഒക്കെ അതിങ്ങനെ ഫിക്സ്ഡ് ആയി പോകും. പ്രത്യേകിച്ച് നിങ്ങൾ പറയുന്ന പോലെ ഷൈൻ മാമിന്റെ ക്ലാസ്സിലൊക്കെ ഇരുന്നാൽ പിന്നെ പ്രാക്ടിക്കലി ഇരിക്കേണ്ട ആവശ്യമില്ല അല്ലെ. നിങ്ങൾ ക്ലാസ് ഇരുന്നാൽ തന്നെ പഠിക്കൂ എന്നൊക്കെ പറയില്ല. അതുപോലത്തെ നല്ല ടീച്ചേഴ്സ്, മാഷാ അല്ലാഹ്, നിങ്ങൾ ആ തരത്തിൽ ട്രെയിൻ ചെയ്യിച്ച് കൊണ്ടുവരുന്ന ടീച്ചേഴ്സ് ആണ് നമ്മളുടെ ഒരു വലിയൊരു പ്രത്യേകത. അതുപോലെ ഈ പഠന പരിശീലനവും, അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ അധ്യാപികമാർ, മാഷാ അല്ലാഹ്, നമ്മുടെ തിയറി ടീച്ചേഴ്സിന്റെ മെയിൻ ഫാക്കൽറ്റി ടീച്ചേഴ്സ് ആവട്ടെ, പ്രാക്ടിക്കൽ ടീച്ചേഴ്സ് ആവട്ടെ, വളരെ ആത്മാർത്ഥതയുള്ള, എനിക്ക് അവരെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ബിയോണ്ട് വേർഡ്സ്, അത്രയും സുബ്ഹാനല്ലാഹ്, ഇത്രയും ദിനിന് വേണ്ടി പ്രവർത്തിക്കുന്ന, അവരുടെ ജീവിതത്തിന്റെ ഒരു രാവെന്നോ പകലെന്നോ ഇല്ലാതെ പ്രവർത്തിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട്. അവരൊന്നും പ്രതീക്ഷിക്കുന്നില്ല, അള്ളാന്റെ ഭാഗത്തു നിന്നുള്ള അജ്ർ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അക്കാദമിയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. അള്ളാഹു അവർക്കൊക്കെ എളുപ്പം കൊടുക്കട്ടെ. അപ്പം നല്ല ടീച്ചേഴ്സ് ആണ് നമ്മളുടെ ഒരു അക്കാദമിയുടെ ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അത് ഓരോ വിദ്യാർത്ഥികളെ മനസ്സിലാക്കി അവരായിട്ടുള്ള ഒരു പേഴ്സണൽ ബോണ്ടിങ് ഉണ്ടാക്കി അല്ലെ. ഒരു ടീച്ചർ വിദ്യാർത്ഥി ബന്ധം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയും ഒരു പവിത്രമായിട്ടുള്ളൊരു ബന്ധമാണ്. ആ ബന്ധത്തെ ഏറ്റവും പവിത്രമായിട്ട് കൊണ്ട് നടക്കുന്ന അധ്യാപികമാരാണ് അക്കാദമിയുടെ മറ്റൊരു പ്രത്യേകത. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഏവർക്കും എളുപ്പം കൊടുക്കട്ടെ. അതുപോലെ നമ്മുടെ സിലബസ്, പഠന സിലബസ് എന്ന് പറയുന്നത്, അതിനകത്ത് വളരെ കൃത്യമായിട്ട് നമ്മൾ വളരെ കണിശത പുലർത്താറുണ്ട്. നമ്മൾ അക്കാദമി പ്രൊവൈഡ് ചെയ്യുന്ന ഏതൊരു ഡിപ്പാർട്ട്മെന്റിലും, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഏതൊരു കോഴ്സിലും നമ്മൾ എടുക്കുന്ന സിലബസ് വളരെ ഓതന്റിക് ആണെന്ന്. കാരണം ഇന്നത്തെ ഒരു സമയത്ത് അറിയാം, നമുക്ക് അത് ഇത് ശരി, ഇത് ശരി, അത് ശരി, ഇത് ശരിയല്ല, പലരും അതാണ് ശരി, ഇതാണ് ശരി എന്നുള്ള ഒരു വാദമാണ് എല്ലാവർക്കും. പക്ഷെ അതൊക്കെ മാറ്റി നിർത്തിയിട്ട് ആ വാദങ്ങളെല്ലാം അങ്ങോട്ട് ചെകഞ്ഞ് വെച്ചിട്ട് ശരിക്കും നമ്മൾ എടുക്കുന്ന ഇൽമ് 1400 വർഷങ്ങൾക്ക് മുന്നേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഇട്ടേച്ചു പോയിട്ടുള്ള ഇൽമ തന്നെയാണോ, അത് സ്വഹാബാക്കൾ മനസ്സിലാക്കിയ രീതിയിൽ തന്നെയാണോ നമ്മൾ പഠിപ്പിക്കുന്നത് എന്നൊരു ഉറപ്പ് വരുത്തിയിട്ടാണ് അക്കാദമിയിലുള്ള ഓരോ കോഴ്സുകളും നമ്മൾ അതിന്റെ സിലബസ് നമ്മൾ സ്ട്രക്ചർ ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ ഒരു ഇൽമിന്റെ തുടക്കം നമുക്കറിയാം, മക്ക, മദീന,
അവിടെയാണ്. അപ്പൊ അവിടെയുള്ള യൂണിവേഴ്സിറ്റികളിലും അവിടുത്തെ പണ്ഡിതന്മാരുടെ ക്ലാസ്സുകളും അവരുടെ ബുക്സുകളും അവരുടെ കിതാബുകളും അവരുടെ എല്ലാ റെഫറൻസുകളാണ് നമ്മൾ അക്കാദമിയിലുള്ള ഓരോ ഡിപ്പാർട്ട്മെന്റിലും നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എടുക്കുന്ന ഇൽമിനകത്ത് ഒരു സംശയവും നമുക്ക് വരുത്തില്ല. നമുക്ക് തന്നെ പഠിക്കുമ്പോൾ തോന്നും ഇതാണ് ഏറ്റവും ശരിയായിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും ഒതന്റിക് ആയിട്ട് സനത് എത്തുന്ന തരത്തിലുള്ള ഇൽമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അത് അക്കാദമിയുടെ മറ്റൊരു പ്രത്യേകതയാണ്. പിന്നെ നമുക്ക് ഉള്ളൊരു മറ്റൊരു കാര്യമാണ് നമ്മൾ പഠനം മാത്രം എന്ന് പറഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോയാൽ നമുക്ക് ബോറടിക്കും ഇല്ല, സ്വാഭാവികമായിട്ടും നമുക്ക് മടുപ്പുണ്ടാവും, ഒരു ശൈത്താന്റെ ഫിത്നകൾ ഉണ്ടാവും, വസ്വാസുകൾ ഉണ്ടാവും. അപ്പൊ അതൊന്നും ബാധിക്കാതിരിക്കാൻ ഇടയ്ക്കൊക്കെ കുറച്ച് നമുക്കൊരു എൻജോയ്മെന്റ് വേണം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വളരെ ഹലാലായിട്ടുള്ള തരത്തിലുള്ള ചെറിയ ചെറിയ മുഷാവറകൾ, ഗെറ്റ് ടുഗെദറുകൾ നമ്മൾ ഓൺലൈനായിട്ട് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഓഫ്ലൈൻ ആയിട്ട് നമ്മൾ അധികം ഇല്ല, ഒരു പ്രോഗ്രാം ലാസ്റ്റ് നടന്നതല്ലാണ്ട് ഓഫ്ലൈൻ ആയിട്ട് നമുക്ക് അങ്ങനെ മുഷാവറകൾ അധികം നടത്താൻ പറ്റിയിട്ടില്ല. അപ്പം മുഷാവറകൾ ഓൺലൈനായിട്ട് നമ്മളെ കഴിവുകൾ നമുക്ക് പരിപോഷിപ്പിച്ചെടുക്കാനോ നമ്മളെ ഒരു പഠനത്തിൽ നിന്ന് കുറച്ചൊരു ചെറിയൊരു ബ്രേക്ക് ഇല്ല, ഒരു മാസം ഫുള്ള് പഠിച്ചാൽ ഒരു 1-2 ദിവസമൊക്കെ ഒരു ബ്രേക്ക് എടുക്കാനൊക്കെ തരത്തിലുള്ള നല്ല രസമുള്ള മുഷാവറകൾ, ഗ്രാൻഡ് മുഷാവറകൾ നമുക്ക് ഓൺലൈനായിട്ട് നടക്കാറുണ്ട്. അപ്പൊ അത് അക്കാദമിയുടെ മറ്റൊരു പ്രത്യേകിച്ച് കുട്ടികളായിട്ടുള്ളവർക്കൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെഷൻസ് ആണ് മുഷാവറകളിലൂടെ നമ്മൾ കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ അസസ്മെന്റുകൾ എല്ലാ 3 മാസം കൂടുമ്പോഴും 2 മാസം കൂടുമ്പോഴൊക്കെ നമുക്ക് അസസ്മെന്റ് ടെസ്റ്റുകൾ നടക്കാറുണ്ട്. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ശരിയായിട്ട് തന്നെ പഠിക്കുന്നുണ്ടോ, അതോ ഒരു 3 മാസം കഴിയുമ്പോൾ അത് പഠിച്ചത് പഴയ പോർഷൻസ് ഒക്കെ നമ്മൾ മറന്നു പോയിട്ടുണ്ടോ എന്നൊക്കെ ഉള്ള ഒരു റിവിഷൻ ടെസ്റ്റുകളൊക്കെ നമുക്ക് 2-3 മാസം കൂടുമ്പോഴൊക്കെ നടക്കാറുണ്ട്. ഇത് നിങ്ങളുടെ പഠന നിലവാരത്തെ മെച്ചപ്പെടുത്താൻ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. പിന്നെ നമ്മളുടെ തസ്കിയ ക്ലാസ്സുകൾ, അത് സുബ്ഹാനല്ലാഹ് എല്ലാ ആഴ്ചകളിലും നമ്മുടെ നല്ല ഇൽമുള്ള അഖവാത്തുകൾ നിങ്ങൾക്ക് ഓരോ വിഷയങ്ങൾ നമ്മളെ ഹൃദയത്തിന് പ്യൂരിഫിക്കേഷൻ നൽകുന്ന, ഹൃദയത്തിന് തസ്കിയത്ത് നൽകുന്ന നല്ല നല്ല വിഷയങ്ങളിൽ എല്ലാ ആഴ്ചകളിലും ക്ലാസ്സസ് നടക്കാറുണ്ട്. അത് തീർച്ചയായിട്ടും ഇപ്പൊ തജ്വീദ് പോലുള്ള ഹിഫ്ള് പോലുള്ള ഡിപ്പാർട്ട്മെന്റ്സിലുള്ള വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് അത് ഗുണകരമാണ്. കാരണം നമ്മൾ ആ വിഷയങ്ങളിലൊക്കെ തസ്കിയത്ത് വളരെ കുറവാണ് ഹിഫ്ള് ചെയ്യുമ്പോഴും തജ്വീദ് പഠിക്കുമ്പോഴും. കാരണം അർത്ഥത്തിലേക്കോ ആശയത്തിലേക്കോ നമ്മൾ കടക്കുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും അല്ലാത്തവർക്കും ഒക്കെ തസ്കിയത്ത് എല്ലാ ആഴ്ചകളിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതുപോലെ ഏറ്റവും വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ്, ഇജാസ പ്രൊവൈഡ് ചെയ്യേണ്ട കോഴ്സുകളാണെങ്കിൽ ഇജാസ സർട്ടിഫിക്കറ്റ്സും അതല്ലാത്ത വാലിഡ് ആയിട്ടുള്ള കംപ്ലീഷൻ അപ്രിസിയേഷൻ സർട്ടിഫിക്കറ്റ്സും ഒക്കെ നമ്മൾ അൽഹംദുലില്ലാ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എല്ലാവർക്കും അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫീസ് ഉണ്ടോ അല്ലെ, ഫ്രീ ആയിട്ടാണോ പഠിപ്പിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പൊ ഫ്രീ ആയിട്ട് അക്കാദമിയിൽ പല കോഴ്സുകളും പലപ്പോഴായിട്ട് നമ്മൾ എടുത്തു കൊടുക്കാറുണ്ട്, ലൈക് ഫ്രീ കോഴ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പക്ഷേ അക്കാദമിയുടെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു വേയിലാണ് നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റ്സും, കാരണം നമ്മൾ നമുക്ക് ഒരു ഫ്രീ ആയിട്ടുള്ള ഒരുപാട് ദർസുകളും ക്ലാസ്സുകളും നമുക്ക് അവൈലബിൾ ആണ്, അത് കൊണ്ട് ബെനിഫിറ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ നമ്മൾ പഠിപ്പിക്കുന്ന വിഷയത്തെ കൃത്യമായിട്ട് ആളുകളിലേക്ക് എത്തിക്കുക, അതിപ്പോ ഒരു 10 പേർക്കാണെങ്കിൽ ആ 10 പേരെയും കൃത്യതയോടുകൂടിയും ആത്മാർത്ഥതയോടുകൂടിയും വളരെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയും പഠിപ്പിച്ചെടുക്കുക എന്നൊരു സിസ്റ്റമാണ് നമ്മൾ അക്കാദമിയിൽ പൊതുവെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ ഒരു സിസ്റ്റം നമുക്ക് പ്രാവർത്തികമാക്കണമെങ്കിൽ അല്ലെ, പ്രധാനമായിട്ടും ഉത്തരവാദിത്തം എന്നൊരു സാധനം നിങ്ങൾക്കും നമുക്കും ഒക്കെ വരണമെങ്കിൽ ഈ ഫീസ് എന്നൊരു സംഭവം നടുക്ക് വരണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ മനുഷ്യരാണ്, ഒരിക്കലും നമ്മൾ മലക്കുകളല്ല, നമുക്ക് അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരല്ല. നമ്മൾ പൊതുവെ ഫ്രീ ക്ലാസ്സൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുമാ ഇതിപ്പോ നാളെ കേൾക്കാം, മറ്റന്നാൾ കേൾക്കാം, അതിപ്പോ കുറച്ച് ദിവസം കഴിയുമ്പോൾ കേൾക്കാം, അല്ലെങ്കിൽ കല്യാണം ഒന്ന് കഴിയിട്ട് കേൾക്കാം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഫീസ് അടിച്ച് പഠിക്കുന്ന ആളുകൾക്ക് ഒരു ചിന്തയുണ്ടാവും, ഞാൻ കൊടുക്കുന്ന ഫീസ് അല്ലേ, അപ്പൊ അതിനനുസരിച്ച് എനിക്ക് ക്ലാസ് വേണം എന്നൊരു, അല്ലെങ്കിൽ ക്ലാസ് കേൾക്കണം എന്നൊരു ചിന്തയുണ്ടാവും. അപ്പൊ ആ ഒരു റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കും നമുക്ക് ഉണ്ടാവാനായിട്ട് അക്കാദമി അഫോർഡബിൾ ആയിട്ടുള്ള ഫീസുകളിലാണ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് സാമ്പത്തികം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ക്രൈസിസ് ഉള്ള ആളുകൾ ഒരിക്കലും ഒരാൾ പോലും അക്കാദമിയിൽ പഠനം ലഭിക്കാത്ത അവസ്ഥ അല്ലെങ്കിൽ എൽമ് ലഭിക്കാത്ത അവസ്ഥ ഇല്ല എന്നുള്ളത് ഇതുവരെയും അൽഹംദുലില്ലാ എന്റെ അറിവിൽ നമ്മൾ ഇതുവരെയും ഉറപ്പ് വരുത്തിയാണ് മുന്നോട്ട് പോകുന്നത്. കാരണം തീർച്ചയായിട്ടും നമുക്കറിയാം നല്ല ആഗ്രഹമുള്ള ആളുകൾ ഉണ്ടാവും, പക്ഷെ ഫിനാൻഷ്യലി അവർക്ക് ഫീസ് അടയ്ക്കാനുള്ള പ്രയാസം ഉണ്ടാവും, സ്വാഭാവികമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഒരേപോലെയല്ല, നിഅമത്തിന്റെ കാര്യത്തിൽ പലർക്കും പലതരത്തിലാണ്. അപ്പോൾ ഫീസ് അടയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ പഠിക്കാൻ ആഗ്രഹമുള്ള ഒരാളെ പോലും അക്കാദമി മാറ്റി നിർത്താറില്ല. വിത്തൗട്ട് ഫീയിൽ പഠിക്കുന്ന ഒരുപാട് അഖ്വാത്തുകളുണ്ട്, ഫീ റിഡക്ഷനിൽ പഠിക്കുന്ന ഒരുപാട് അഖ്വാത്തുകളുണ്ട്. അപ്പൊ ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റുന്ന ആളുകൾ ഈ ഒരു പ്രത്യേകിച്ച് നമുക്കറിയാം ഒരു ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയാൽ പോലും നമുക്കിത് മുന്നോട്ട് റൺ ചെയ്ത് പോകണമെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട്. ഒരു ഓൺലൈൻ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സുകളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ലൈക്ക് ഒന്ന് സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അത്യാവശ്യം ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് നമുക്ക് എപ്പോഴും വേണം.
അല്ലെ? ഒരു ഓൺലൈൻ സ്ഥാപനമായിട്ട് ഓഫ്ലൈൻ സ്ഥാപനം പോലെ തന്നെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥാപനം പ്രവർത്തിക്കാനുള്ള ഒരു ഫ്യുവൽ കൂടിയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഫീസ്. നിങ്ങൾ പഠിക്കുന്ന ഇൽമിന്റെ ആ ഒരു ടീച്ചേഴ്സിന് കൊടുക്കേണ്ട സാലറി പ്ലസ് നമ്മളുടെ ഈ ഒരു ഇതുപോലത്തെ ഒരു സ്ഥാപനം ഓൺലൈനായിട്ട് പ്രവർത്തിക്കുന്നതിന്റെ ഒരു ഫ്യുവൽ കൂടിയാണ്. അങ്ങനെ ഫീസ് അടയ്ക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ഒരു നഷ്ടം ഉണ്ടാവില്ല എന്ന് നമ്മൾ ഉറപ്പുവരുന്നത്. കാരണം ഇവൻ നമ്മളാണെങ്കിലും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഖിയാമത്ത് നാൾ വരെയും ഈ ഒരു സ്ഥാപനം ഓൺലൈനായിട്ട്, കാരണം നമുക്കറിയാം ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ ഈ ടെക്നോളജി ഇങ്ങനെ നമ്മൾ ഓൺലൈനായിട്ട് യൂസ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു അതാണ് കൂടുതലും സ്കോപ്പ്. ഇപ്പോഴത്തെ കുട്ടികൾ കൂടുതലും യൂസ് ചെയ്യുന്നത് നമുക്ക് ഒരുപാട് ആളുകളിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ഒരു റിസോഴ്സ് ആണിത്. അപ്പൊ ഈ ഒരു റിസോഴ്സ് നമുക്കൊരു ഒരു അവസാനം വരെയും കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ ഇതിലൂടെ ചിലപ്പോൾ എത്ര ആളുകൾ, ചിലപ്പോൾ നമുക്ക് നമ്മുടെ വിരലിൽ എണ്ണാൻ പറ്റാത്തത്രയും അല്ലെ 10,000-ലപ്പുറം ആളുകളൊക്കെ ചിലപ്പോൾ നമ്മളുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ഇൽമ കരസ്ഥമാക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയേക്കാം. അങ്ങനെ അള്ളാഹു എത്തിച്ചേരട്ടെ, ആമീൻ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ തരുന്ന ഒരു ഫീസും ഒരിക്കലും നിങ്ങൾക്കൊരു ഒരു വേർത്ത് അല്ലാതെ പോകില്ല. നിങ്ങൾക്ക് ഇൻഷാ അള്ളാഹ് നിങ്ങൾ നാളത്തേക്കുള്ള ഒരു മുതൽക്കൂട്ടുമായിട്ട് കൂടിയാണ് നിങ്ങൾ നൽകുന്ന ഓരോ ദിർഹമും ഇൻഷാ അള്ളാഹ് ഇവിടെ കണക്കാക്കപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് മിതമായ ഫീസ് അക്കാദമിയിലുണ്ട്. പറ്റുന്ന ആളുകൾക്ക്, പറ്റാത്ത ആളുകൾക്ക് നല്ല രീതിയിൽ റിഡക്ഷനും വിത്തൗട്ട് ഫീ ആയിട്ട് പഠിക്കാൻ. ആരും ഇപ്പൊ തന്നെ ആരും വിചാരിക്കരുത് ഫീസ് ഇല്ലാണ്ട് ഫീസ് ലൈക്ക് ഉണ്ടെങ്കിൽ ലൈക്ക് ഫിനാൻഷ്യലി എനിക്ക് പറ്റില്ല എന്ന് വിചാരിച്ച് ആരും മാറി നിൽക്കരുത്. മുന്നോട്ട് വരെ നമ്മൾ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും ഇൻഷാ അള്ളാഹ്. അപ്പൊ അൽഹംദുലില്ലാ, ഇത്രയാണ് അക്കാദമിയുടെ കുറച്ച് സ്പെഷ്യാലിറ്റീസ്. ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് വഴി എളുപ്പമാക്കുന്ന ഒരു 12 വഴികൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ 12 വഴികൾ എന്ന് പറയുന്നത് 12 ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. അക്കാദമി നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം 12ഓളം ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് ഇൽമു പ്രൊവൈഡ് ചെയ്യുന്ന. ആ 12 ഡിപ്പാർട്ട്മെന്റ്സ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ വായിക്കാം. ഒന്ന് നമ്മുടെ ഹിഫ്ള് കോഴ്സാണ്, ഖുർആൻ ഹിഫ്ള് പഠിപ്പിക്കുന്ന ഓരോ കോഴ്സുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കാദമി ഹെൽപ്പ് ഡെസ്കിലോ അല്ലെങ്കിൽ നമ്മുടെ അഡ്മിൻ പാനലിനെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓരോ കോഴ്സുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ഇപ്പൊ ഈ ഒരു സമയത്ത് പറഞ്ഞാൽ നമ്മൾ ടൈം ഒത്തിരി ആകും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മളെ ഹിഫ്ള് കോഴ്സ് ഉണ്ട്, അതുപോലെ തിലാവ സ്പെഷ്യലായിട്ട് തിലാവ ചെയ്യിക്കുന്ന കോഴ്സ് ഉണ്ട്. തഫ്സീർ എന്ന് പറഞ്ഞാൽ നോർമൽ തഫ്സീറിലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള തഫ്സീർ കോഴ്സാണ്. 3 തഫ്സീർ കിതാബുകൾ റെഫറൻസ് വെച്ചുകൊണ്ട് നമ്മൾ പഠിപ്പിക്കുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള തഫ്സീർ കോഴ്സ് ഉണ്ട്. അതുപോലെ അറബി ഭാഷയുടെ പഠനം പ്രൊവൈഡ് ചെയ്യുന്ന 5 ലെവൽസിലായിട്ടുള്ള ഒരു കോഴ്സ് ഉണ്ട്. ഈമാൻ വസീർ, അതായത് അഖീദയും സീറയും പഠിപ്പിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ജസരിയ പഠിപ്പിക്കുന്ന ജസരിയ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന്റെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതുപോലെ ഖായിദ നൂറാനിയ ബേസിക് ലെവൽ തജ്വീദ് പഠിക്കാനുള്ള ഖായിദ നൂറാനിയ കോഴ്സ് ഉണ്ട്. തുഹ്ഫത്തുൽ അത്ഫാൽ ഒരു മീഡിയം ലെവൽ തുഹ്ഫത്തുൽ അത്ഫാൽ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കിഡ്സ് മദ്രസ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അൽഹംദുലില്ലാഹ് ഇസ്ലാമിക് ശരിയ ഡിപ്ലോമ കോഴ്സ് 2 വർഷത്തെ ഇസ്ലാമിക് ശരിയ ഡിപ്ലോമ കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡീപ്പ് ആൻഡ് അഡ്വാൻസ് തജ്വീദ് കോഴ്സ് ഉണ്ട്, ഫിഖഹിന്റെ കോഴ്സ് ഉണ്ട്. അപ്പൊ ഇത്ര കോഴ്സസ് ആണ് അക്കാദമിയിൽ, ഇപ്പൊ ഇത്ര ഡിപ്പാർട്ട്മെന്റ്സ് ആണ് നമ്മളിപ്പോൾ നിലവിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ ഇപ്പോൾ ഇൻഷാ അല്ലാഹ് ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന 3 കോഴ്സസിന്റെ ഒരു ഡീറ്റെയിൽസ് കൂടി, കാരണം അത് ലേറ്റസ്റ്റ് കോഴ്സുകളാണ്. നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് ആഗ്രഹമുള്ളവർക്ക് ഇപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്താൽ ജൂലൈ 5 വരെ ലാസ്റ്റ് ഡേറ്റ് ആണ്. നമ്മൾ ഏകദേശം 2 മാസത്തോളമായിട്ട് തന്നെ അഡ്മിഷൻ ഓപ്പൺ ആണ്. അപ്പോൾ ആഗ്രഹമുള്ളവർക്ക് ജോയിൻ ചെയ്യാൻ തരത്തിലാണ് ആ കോഴ്സ് നമ്മളിപ്പോ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ശരിയാത്തുൽ ഇസ്ലാമിക് ശരിയാ കോഴ്സ്, അതായത് സ്ത്രീകൾക്കും അതുപോലെ ടീനേജേഴ്സ് ആയിട്ടുള്ള മക്കൾക്കും വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന 2 വർഷത്തെ ഇസ്ലാമിക് ശരിയാ കോഴ്സ്. ഈ ഒരു കോഴ്സിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ കേട്ട വെബിനാറിന്റെ ഒരു കൺക്ലൂഷൻ ആണ് ഈ കോഴ്സ്. നിങ്ങൾ ഈ ഏകദേശം 12 സെഷൻസ് ഉണ്ടായിരുന്നു അല്ലെ, ആ 12 സെഷൻസിന്റെയും ഒരു കൺക്ലൂഷൻ ആണ് ഈ കോഴ്സ് എന്ന് പറയുന്നത്. കാരണം വളരെ ബേസിക് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട, നമ്മൾ നിർബന്ധമായിട്ടും കാരണം തലവിൽ നമ്മൾ ഇൽമ് കരസ്ഥമാക്കുക എന്നുള്ളത് ഓരോ മുസ്ലിമിന്റെ മേലും ഫർളാണ്. നമ്മൾ ആ ഫർളായിട്ടുള്ള ഇൽമുണ്ടല്ലോ, നമ്മൾ നിർബന്ധമായിട്ടും നമ്മുടെ ഇബാദകളിലൊക്കെ വരുന്ന, നമ്മൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട കുറച്ച് ഇൽമുണ്ട്. ആ ഇൽമാണ് നമ്മൾ ഈ ഒരു ശരിയാ കോഴ്സിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏകദേശം 9-ലധികം സബ്ജക്ട്സുകൾ വരുന്ന 10-ലധികം ആധികാരികമായിട്ടുള്ള കിതാബുകൾ വെച്ചിട്ട് ആഴ്ചയിൽ 5 ദിവസത്തെ വ്യവസ്ഥാപിതമായിട്ടുള്ള പഠന രീതിയാണ് ഈ കോഴ്സിനെ വളരെ പ്രത്യേകമാക്കുന്നത്. 2 വർഷത്തെ ഒരു ഡിപ്ലോമ കോഴ്സാണ്. ഏകദേശം നിങ്ങൾ 2 വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം ബേസിക്സ് ആയിട്ടുള്ള ശരിയാ വിഷയങ്ങളെ കുറിച്ചുള്ള അറിവ് നിങ്ങൾക്ക് ഉണ്ടാവും. അറബി ഭാഷയിലുള്ള അറിവുണ്ടാവും. അറബി കിതാബുകൾ എങ്ങനെ ഉപയോഗിക്കണം, അത് എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ള അറിവ്. അങ്ങനെ നിങ്ങൾ അത്യാവശ്യം എനിക്ക് തോന്നുന്നു എല്ലാ അഹവാത്തുകളും നമ്മളെ പരിചയത്തിലുള്ളവരും എല്ലാവരും പഠിച്ചിരിക്കേണ്ട ഒരു കോഴ്സാണ് ഈ ശരിയാ കോഴ്സ് എന്ന് പറയുന്നത്. ഈ ഒരു കോഴ്സിന്റെ അല്ലെങ്കിൽ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പ്രത്യേകത തന്നെ അതിന്റെ ഫാക്കൽറ്റിയാണ്. മാഷാഅല്ലാഹ് ഇൽമുള്ള
പ്രഗത്ഭരായിട്ടുള്ള അധ്യാപികമാരാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്ഥാപനത്തിൽ പോയി പഠിക്കുന്ന നമുക്കൊരു ഓൺലൈൻ കോഴ്സ് ആണെന്നുള്ളൊരു മടുപ്പ് വരാത്ത രീതിയിൽ നിങ്ങൾക്കൊരു എല്ലാ തരത്തിലുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെഷൻസ് ആയിരിക്കും ഈ ഒരു കോഴ്സിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ ടീനേജേഴ്സിന്റെ പ്രത്യേക സെഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ പ്രായത്തിലുള്ള മക്കൾക്ക് ശരിയായിട്ട് മനസ്സിലാക്കാനുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അറബി ഭാഷയ്ക്ക് വളരെ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പൊ അറബി ഭാഷ എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ വിചാരിക്കും എനിക്ക് അറബി ഭാഷ തീരെ അറിയില്ലല്ലോ, അപ്പൊ ഇത് പറ്റൂലേ എന്ന് ചോദ്യം ഉണ്ടാവും. പക്ഷെ അങ്ങനെയല്ല, അറബിക്ക് തീരെ അറിയാത്തവർക്ക്, ഇനി കുറച്ച് അറിയുന്നവർക്കും ബേസിക്സ് അറിയുന്നവർക്കും ഇനി ഇന്റർമീഡിയറ്റ് ലെവൽ അറിയുന്നവർക്കും ഒക്കെ കോഴ്സ് യൂസ്ഫുൾ ആണ്. കാരണം നമ്മൾ അറബിക്കിന്റെ ബേസിക് ലെവൽ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ 2 വർഷത്തെ കോഴ്സ് കൊണ്ട് ഇൻഷാല്ലാ അറബി ഭാഷ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ തരത്തിലാണ് കോഴ്സിന്റെ സിലബസ് മുന്നോട്ട് പോകുന്നത്. പിന്നെ നോട്ട്സും അസസ്മെന്റ്സും വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. അതുപോലെ ഈ കോഴ്സിന്റെ സ്ട്രക്ചർ, ഡ്യൂറേഷൻ, ടെക്സ്റ്റ് ബുക്കുകൾ, അതുപോലെ തന്നെ സിലബസ്, അതുപോലെ നിങ്ങളുടെ കൺവീനിയൻസ്, ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ലേണിംഗ്, ഇതെല്ലാം ഈ കോഴ്സിന്റെ പ്രത്യേകതകളാണ്. അപ്പം ഇൻഷാല്ല ഓരോ അഖവാത്തുകളോടും വളരെ നല്ല രീതിയിൽ സ്നേഹത്തോടെ അറിയിക്കാൻ നിങ്ങൾ എല്ലാവരും പരമാവധി കോഴ്സ് കൊണ്ട് പ്രയോജനപ്പെടുത്തിയെടുക്കാൻ ശ്രമിക്കുക. ഇതിന്റെ ഫീസോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും നിങ്ങൾ വിചാരിക്കുകയും വേണ്ട. ഫീസ് ഇല്ലാതെയും റിഡക്ഷനിലും ഒക്കെ നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരം അക്കാദമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അക്കാദമിക്കുള്ള ഒരേ ഒരു ലക്ഷ്യം പഠിക്കണം, നമ്മൾ ചുറ്റുമുള്ള നമ്മളുടെ അഖവാത്തുകൾ മനസ്സിലാക്കണം, ദീൻ പഠിക്കണം. വെറും ഒരു മുസ്ലിം നാമധാരി മാത്രമായി പോവരുത്. വെറും ഒരു കഷ്ണം തുണി കൊണ്ട് മാത്രം ഹിജാബിനെ മനസ്സിലാക്കുന്ന തരത്തിൽ അത്രത്തോളം അറിവില്ലാത്ത ആളുകളായി നമ്മൾ മാറിപ്പോവരുത്. വിഷമമുണ്ട് നമുക്ക് സത്യത്തില്. പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് ഓരോ അവസ്ഥകൾ കാണുമ്പോൾ റബ്ബെ ഇവര് പഠിച്ചിരുന്നെങ്കിൽ, ശരിക്കും റബ്ബിന്റെ കൽപ്പനയുടെ ഒരു സീരിയസ്നെസ് ഇവര് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു പോകുന്ന പല അവസ്ഥകളും കടന്നുപോയത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു കോഴ്സ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് തന്നെ. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന 300-ൽ വരുന്ന അഖവാത്തുകളും ചിന്തിക്കേണ്ടത്, നമ്മൾ ഓരോരുത്തരും ഇത് പഠിക്കണം, മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് അഖവാത്തുകളുണ്ട്, നമ്മളെ സഹോദരങ്ങളിൽപ്പെട്ട, നമ്മളുടെ നൈബേഴ്സിൽപ്പെട്ട, നമ്മളെ ഫ്രണ്ട്സിൽപ്പെട്ട അവരോരോരുത്തരെയും നമ്മൾ ഇതിലേക്ക് പ്രത്യേകമായി ക്ഷണിക്കണം പഠിക്കാൻ വേണ്ടി. കാരണം നാളെ റബ്ബ് നമ്മുടെ അടുത്ത് ചോദിക്കും. നമുക്ക് എത്രയോ മെസ്സേജസ് നമ്മൾ അവർക്ക് അയക്കുന്നുണ്ടല്ലോ, എത്രയോ ടെക്സ്റ്റ് മെസ്സേജുകളും എത്രയോ ഇമോജീസും എത്രയോ ഗിഫ്റ്റുകളും ഒക്കെ നമ്മൾ അവർക്ക് അയക്കുന്ന ആളുകളാണ്. എന്തുകൊണ്ട് നീ ഒരു മെസ്സേജിൽ എന്റെ ദീനിനെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുത്തില്ല എന്ന് റബ്ബ് ചോദിക്കില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെ ചോദിക്കാതിരിക്കും. നമ്മൾ എത്രയോ മെസ്സേജുകൾ നമ്മൾ ആളുകൾക്ക് അയക്കുന്നില്ലേ, നമ്മൾ ഗ്രൂപ്പിലായിട്ടും ഇൻഡിവിജ്വൽ ആയിട്ടും തമാശകൾ പറഞ്ഞിട്ടും പല കാര്യങ്ങളും ഷെയർ ചെയ്തിട്ടും നമ്മൾ എപ്പോഴെങ്കിലും നമ്മൾ ദീനിന്റെ വിഷയത്തിലേക്ക് അവരെ ക്ഷണിച്ചുകൊണ്ട് ഇതാ ഇന്നൊരു കോഴ്സ് ഉണ്ട്, ഇതൊന്ന് പഠിച്ചു നോക്ക്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു തസ്കിയ ക്ലാസ് നിങ്ങളൊന്ന് കേട്ട് നോക്ക്, കേട്ടാലുള്ള പ്രയോജനം ഇത്രയാണ്, നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് അവരോട് പറയാം അല്ലെ. അങ്ങനെ നിങ്ങൾ എത്ര പേർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടാവും. നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മൾ ചുറ്റുമുള്ള ആളുകൾക്ക് ഈ ദീൻ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമുക്ക് അല്ലെ, പ്രവാചകന് ശേഷം മറ്റൊരു പ്രവാചകൻ വരാനില്ല. നമ്മൾ ഓരോരുത്തരുമാണ് ഈ ദീനിന്റെ വക്താക്കൾ, ഇതിനെ പ്രചരിപ്പിക്കേണ്ട, ഇതിനെ ദാവ ചെയ്യേണ്ട ആളുകൾ. അപ്പൊ നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവരെ ഇതിലേക്ക് ക്ഷണിക്കുകയും ഇത് പഠിക്കാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് അവരെ ദാവ ചെയ്യുകയും ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അള്ളാഹു നമുക്ക് ഏവർക്കും എളുപ്പം നൽകട്ടെ, ഏറ്റവും ശരിയായ നിലക്ക് പഠിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ. അപ്പോൾ ഇൻഷാല്ല രണ്ടാമത് നമ്മൾ ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മൾ ഓപ്പൺ ആക്കിയിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് റൗദത്തുൽ ഉലൂം കിഡ്സ് മദ്രസ. ചെറിയ മക്കൾക്കായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന വളരെ രസകരമായിട്ടുള്ള വളരെ ഓതന്റിക് ആയിട്ടുള്ള ഒരു മദ്രസ ആണ്. നമ്മൾ ചെറിയ മക്കൾക്ക്, മദ്രസ കിട്ടാത്ത മക്കൾക്കാവട്ടെ, മദ്രസ ശരിക്കും അതിൽ പോകാൻ പറ്റാത്തവർക്കും ഒരുപാട് ആളുകൾക്കും പ്രയോജനപ്പെടുന്ന, മക്കൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു സെഷനാണ് കിഡ്സ് മദ്രസ. കിഡ്സ് മദ്രസയുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഫസ്റ്റ് ലെവൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ മർഹലത്തുൽ ഊല ഫസ്റ്റ് ലെവലാണ് നമ്മളിപ്പോ തുടങ്ങുന്നത്. അതിന്റെ ഏജ് കാറ്റഗറി 3 മുതൽ 7 വയസ്സ് വരെയാണ്. അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ലാ ഇത് കഴിഞ്ഞ് ഒരു നെക്സ്റ്റ് ഇയർ അല്ലെങ്കിൽ ചിലപ്പോൾ ഈ വർഷം ലാസ്റ്റ് ഒക്കെ ആയിട്ട് നമ്മൾ നെക്സ്റ്റ് മർഹല സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ നിലവിൽ നമ്മൾ മർഹലത്തുൽ ഊലയിലേക്കാണ് അഡ്മിഷൻ വിളിച്ചിരിക്കുന്നത്. അപ്പം 3 മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് കിഡ്സ് മദ്രസയിൽ ജോയിൻ ചെയ്യാൻ പറ്റുക ഇൻഷാല്ലാ. കിഡ്സ് മദ്രസയുടെ പ്രത്യേകതയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിന്റെ സിലബസ് ആണ്, അതിന്റെ അറ്റ്മോസ്ഫിയറും അറബിക് ലാംഗ്വേജ്, ചെറിയ മക്കൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ അറബി ഭാഷ അവരെ പഠിപ്പിക്കുന്ന തരത്തിലാണ് നമ്മൾ സിലബസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഫാക്കൽറ്റി അസസ്മെന്റ്സ്, കുട്ടികൾക്കുള്ള ഇൻഡിവിജ്വൽ കെയർ, അത് ഭയങ്കരമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഓരോ കുട്ടികളെയും അവരുടെ കഴിവും അവരുടെ കപ്പാസിറ്റിയും മനസ്സിലാക്കിയിട്ടുള്ള ഒരു കെയറിങ്, പ്രത്യേകിച്ച് പ്രഗത്ഭരായിട്ടുള്ള ടീച്ചേഴ്സിന്റെ ഒരു കെയറിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇതിന്റെ സ്ട്രക്ചറും എല്ലാവർക്കും ഏത് സമയത്തും ഏത് മക്കൾക്കും സ്കൂളിൽ പോകുന്നവർക്കൊക്കെ വീടുകളിൽ ഇരുന്നുകൊണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രക്ചറും കൺവീനിയൻസും ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ ഡ്യൂറേഷൻ 1 വർഷത്തെ കോഴ്സാണ്.
പിന്നെ ഇന്ററാക്റ്റീവ് ആയിരിക്കും, വളരെ ഫൺ ആയിട്ടുള്ള കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെഷൻസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള നല്ലൊരു മദ്രസ കോഴ്സാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇൻഷാ അള്ളാ. പിന്നെ നമ്മുടെ ഇന്റർമീഡിയറ്റ് ടു അഡ്വാൻസ് ലെവൽ തജ്വീദ് കോഴ്സ് ആണ് മൂന്നാമത് വരുന്നത്. ഏകദേശം 10ാമത്തെ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആണ് നമ്മൾ എടുക്കുന്നത്. അക്കാദമി തുടങ്ങുന്നത് തന്നെ ഈ ഒരു കോഴ്സിലൂടെയാണ് അൽഹംദുലില്ലാ. അപ്പം ഈ ഒരു കോഴ്സിന്റെ 10ാമത്തെ ബാച്ച് ആണ് ഇപ്പം അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകത ജസരിയ തുഹ്ഫത്തുൽ അത്ഫാൽ പോലുള്ള മുത്തൂനുകൾ കമ്പൈൻ ചെയ്തിട്ട് ആ മുത്തൂനുകളിലുള്ള പോർഷൻസ് ആണ് നമ്മൾ ഈ ഒരു കോഴ്സിൽ. ഇപ്പൊ നമുക്ക് ചില മുതിർന്ന ആളുകൾക്കും അല്ലെങ്കിൽ നമുക്കും ഈ മുത്തൂനുകൾ ആദ്യം തന്നെ പഠിക്കുമ്പോൾ നമുക്ക് വളരെ ഹെവി ആയിട്ട് ഫീൽ ചെയ്യും. അപ്പൊ ആ ഒരു ഹെവിനെസ് ഒന്നും ഫീൽ ചെയ്യാതിരിക്കാനായിട്ട് നിങ്ങൾക്ക് അതിന് മുന്നേ ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഇന്റർമീഡിയറ്റ് ലെവൽ കോഴ്സ് ആയിട്ടാണ് നമ്മൾ ഇതിനെ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നാൽ ഇന്റർമീഡിയറ്റ് ആണ്, എന്നാൽ കുറച്ച് അഡ്വാൻസ്ഡ് പോർഷൻസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഇപ്പൊ പല ആളുകൾക്കും പ്രത്യേകിച്ച് തജ്വീദൊക്കെ ഭയങ്കര ടഫാണ്, അതൊക്കെ പഠിക്കാൻ വലിയ പാടാണെന്ന് വിചാരിക്കുന്ന എല്ലാവർക്കും ഈ കോഴ്സ് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം അങ്ങനെ വിചാരിച്ച് തജ്വീദ് ഒന്നും പഠിക്കാനേ പറ്റുന്ന ഒരു സാധനം അല്ല എന്ന് വിചാരിച്ച് പല ആളുകളും മാഷാ അല്ലാഹ് ഇപ്പൊ തജ്വീദ് ടീച്ചേഴ്സ് ആയിട്ട് അക്കാദമിയിൽ വർക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ച ഒരു കോഴ്സാണിത്. അപ്പൊ അത്രയും തജ്വീദുമായി ബന്ധമില്ലാത്ത ഒരു ബേസിക് ലെവലൊക്കെ നിൽക്കുന്നവർക്കും നന്നായി തജ്വീദ് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാ കാറ്റഗറി ഓഫ് ആളുകൾക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷനാണ് ഇന്റർമീഡിയറ്റ് ടു അഡ്വാൻസ് ലെവൽ തജ്വീദ് കോഴ്സ്. അതിന്റെ പ്രത്യേകതകളും ഏകദേശം ഇതൊക്കെ തന്നെയാണ്, അറ്റ്മോസ്ഫിയറും ഫാക്കൽറ്റിയും ഒക്കെ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഞാൻ അധികം നീട്ടി വലിച്ചിതാക്കുന്നില്ല. ഇൻഷാ അള്ളാഹ് ബാക്കി അക്കാദമിയിൽ പഠിക്കേണ്ട കോഴ്സുകളെ കുറിച്ചും ഇനി മറ്റുള്ള കോഴ്സുകളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇൻഷാ അള്ളാഹ് മർഹബൻ, നിങ്ങൾ എല്ലാവർക്കും സ്വാഗതം. മർഹബൻ ബി തൊല്ലാബുൽ അലീം. ഈ ഒരു മർഹബൻ 1400 വർഷങ്ങൾക്ക് മുന്നേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പറഞ്ഞൊരു മർഹബനാണ്. തൊലബുൽ ഇൽമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടുള്ള മർഹബനാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം നൂറുൽ ഖുർആൻ അക്കാദമിയിലേക്ക്. നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ അവസരങ്ങളും അക്കാദമിയിൽ നമ്മൾ തുറന്നു നൽകുന്നുണ്ട്. പ്രധാനമായും നമ്മളുടെ ഒരു ടീം എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങളെ പോലുള്ള അഹ്വാത്തുകളാണ്. അപ്പം ഒരു തരത്തിലും നമ്മൾ പുരുഷന്മാരുടെ ഒരു സാന്നിധ്യം നമ്മൾ അക്കാദമിയിൽ വരുന്നില്ല. അത് ഒരു എന്താ പറയുക, നമുക്ക് ഒരു തരത്തിലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് നമുക്ക്. കാരണം നമുക്ക് നിങ്ങളെ ഓരോരുത്തരെയും മനസ്സിലാക്കാനും നിങ്ങളുടെ പല കാര്യങ്ങളും റിലേറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയും. കാരണം നമ്മളെല്ലാവരും സ്ത്രീകളാണ്, നമ്മളെല്ലാവരും ഏകദേശം ഒരേ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നല്ലൊരു സ്പേസ് ആയിരിക്കും അക്കാദമി പ്രൊവൈഡ് ചെയ്യുന്നത്. അള്ളാഹു നമുക്ക് ഏവർക്കും എളുപ്പം നൽകട്ടെ. അപ്പൊ ഇൻഷാ അള്ളാഹ് ഞാൻ നമ്മുടെ ഈ ഒരു സെഷൻ അവസാനിപ്പിച്ചുകൊണ്ട് നമ്മുടെ റിസൾട്ട് അനൗൺസ്മെന്റിലേക്ക് കടക്കുകയാണ്. അള്ളാഹു നമ്മളേവരെയും സ്വീകരിക്കട്ടെ. നമുക്ക് ഏവർക്കും ശരിയായ നിലക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ഉള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ.